വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. പഴയ കൂട്ടുകാർ 40 വർഷത്തിന് ശേഷം പഴയ കൂട്ടുകാരെ ഒരുമിച്ച് കാണാൻ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അവർ കല്യാണ പ്രതീതിയാണ് വളരെ സന്തോഷമുള്ള കാര്യം. നമസ്കാരം, ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹാം. ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും 1983 ബാച്ചിലെ സഹപാഠികൾ സജീവരാണ്. അധ്യാപകരെ ആദരിക്കുകയും പ്രതിഭാധകരായ പഴയ സഹപാഠികളെ അനുമോദിക്കുകയും അവർക്ക് പാടാനും പറയാനും അവസരം നൽകുകയും ചെയ്തു. സതീഷ് കാവനൂറിന്റെ നന്ദി പ്രകടനത്തോടു കൂടി ഉച്ചയ്ക്ക് മുമ്പുള്ള സെക്ഷൻ ഭക്ഷണത്തിനും ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുമായി പിരിഞ്ഞു. ശേഷം സ്വയം പരിചയപ്പെടലും ഓർക്കസ്ട്രയും അരങ്ങേറി. കാലത്തിന്റെ യവനികയിലേക്ക് ഓടിപ്പോയ വർഷങ്ങൾ ഓർത്തെടുത്ത് അരീക്കോടിനെയും മഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന ദുർഘടമായ റോഡല്ലാതെ യാതൊരു ഗതാഗത സംവിധാനവുമില്ലാത്ത കാലത്തും ദീർഘദിക്കിൽ നിന്ന് പോലും ഏറെ പ്രയാസം സഹിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ മധു നുകരാൻ ബസ് കയറി വന്ന ഉറുദു അധ്യാപകൻ, ടീച്ചർമാർ, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മഴമേഘ ഗർജനമായി പെയ്തിരുന്ന അധ്യാപകർ, മറ്റ് എല്ലാ അധ്യാപകരുടെയും സമർപ്പണ ബോധത്തെയും ഒക്കെ ഓർമ്മിപ്പിച്ച സ്വാഗത ഭാഷണത്തിനും ശേഷം തങ്ങൾക്ക് മുന്നേ ദൈവത്തിലേക്ക് തിരിച്ചു പോയവർക്ക് മൗന പ്രാർത്ഥന നടത്തിയും കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്വാന്തന ഗീതം ചൊല്ലിയും ഒത്തുചേരൽ ഹൃദ്യമാക്കി. ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച് ഈ ലോകത്തു നിന്നും മൺമറഞ്ഞു പോയവരെ ഓർത്തെടുത്ത് സദസ്സ് വിതുമ്പി. ഉച്ചയ്ക്കു ശേഷം പല്ലവിയും അനുപല്ലവിയും തീർത്ത മനോഹര ശീലുകളാൽ സദസ്സിനെ പുളകം അണിയിക്കുന്ന സഹപാഠി കൂടിയായ ചങ്ങാതിക്കൂട്ടത്തിലെ അംഗമായ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഓർക്കസ്ട്ര ആയപ്പോൾ പാട്ടും പറച്ചിലുമായി പരിപാടി കളറായി മാറി. വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ പിന്നെ അവർ മടങ്ങി. പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച എല്ലാ കൂട്ടുകാർക്കും അതിനുവേണ്ടി ഹാർഡായി വർക്ക് ചെയ്ത വളരെ പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളിൽ പലരും പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, പല മേഖലയുള്ളവരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാവരുടെയും പ്രവർത്തിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പറക്കമുറ്റാത്ത ഒരു പിടി ഓർമ്മകളുമായി ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ വീണ്ടും കലാലയമുറ്റത്ത് ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം മറക്കാനാവാത്ത ഓർമ്മകൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, കുസൃതികൾ, കളിയാക്കലുകൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മനസ്സിലേക്ക് ഓടി വരുന്നതായും കാലങ്ങളായി ആഗ്രഹിച്ച ഒത്തുകൂടൽ ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് എന്നില്ലാത്ത ആനന്ദവും സന്തോഷവും തോന്നുന്നുവെന്ന് ഓരോരുത്തരുടെ മുഖവും വിളിച്ചു പറഞ്ഞു. കാവനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇന്നൊരു ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പ്രധാന അധ്യാപകരായ ശശിമാഷൊക്കെ കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. അപ്പോഴേക്ക് കോവിഡ് വന്നു. ഏതായാലും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ശ്രമഫലമായി ഇതൊരു വലിയൊരു പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു കുടുംബസംഘം, പേരൻസ് എല്ലാവരും കൂടിയിട്ട്, മക്കളൊക്കെ കൂടിയിട്ട് വലിയൊരു കുടുംബസംഘമായിട്ട് ഞങ്ങൾ അടുത്ത വർഷം ഇത് നടത്തും. വളരെ സന്തോഷവാനാണ്. ഹൃദയത്തിലെ ഓർമ്മച്ചെപ്പിൽ ഒരു നിധി പോലെ എന്നെന്നും സൂക്ഷിച്ചു വെക്കുന്നതാണ് പഴയകാല സൗഹൃദങ്ങളെന്ന് ആശംസാ പ്രസംഗത്തിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷവും പഴയകാലത്തെ സൗഹൃദങ്ങളെ ഇനിയും തിളക്കം കെടാതെ കൊണ്ടു നടക്കുമെന്ന് അവർ ശപഥം ചെയ്തു. നമുക്ക് ഏതാണ്ട് 10 ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാവർക്കും, നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തെ എല്ലാവരും ആശംസകൾ ഒന്നോരോ വേർഡ്സ് പറയണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിന് ഒരു 5 മിനിറ്റ് വീതവും, പിന്നെ കുട്ടികൾക്ക് നമ്മളെ കുട്ടികളാണ്, അപ്പോ നമുക്ക് ഒരു 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് വീതവുമാണ്. അപ്പോ അത് ഫോളോ ചെയ്ത് അത് നമ്മൾ ആ ഇതിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണത്തിന്റെ മുമ്പ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ പുതുക്കാൻ ഉള്ള അവസരം കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മള് റഹീസ് സാറിനെ ക്ഷണിക്കുകയാണ്. റഹീസ് സാറിനെ പെട്ടെന്ന് പോവാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സാറിനെ ആദ്യം ക്ഷണിക്കുന്നു.
പ്രിയമായ സഹപ്രവർത്തകരെ, എൻ്റെ കുട്ടികളെ, 40 വർഷമുള്ള പരിചയം ഒരു ഫോൺ നമ്പറോ മറ്റോ ഇല്ലാത്ത കാലത്ത് പഠിച്ച് ഗവൺമെന്റിൽ പോയി അതിനുശേഷം വീണ്ടും കോഴ്സ് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഭഗീത പ്രവർത്തനം നടത്തുകയും ചെയ്ത ഇതിൻ്റെ ഭാഗമായി ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, അതായത് റേഡിയോയിൽ 1966-68 വകുപ്പുകളിലായിരുന്നു. അന്ന് മലബാറിൽ കോളേജുകൾ വളരെ കുറവായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡുള്ള കുട്ടികളാണ് അവിടെ പഠിച്ചിരുന്നത്. ഇതേപോലെ കഴിഞ്ഞ വർഷം അവിടെ താമസിച്ചിരുന്ന വിദ്യാർത്ഥി നമുക്കത് കൂടുന്നവർക്ക് അവർ 2-3 പേര് വകുപ്പുകളിൽ പോയി ബന്ധപ്പെട്ട് ഫയലുകളും മറ്റും ഉപേക്ഷകൾ ശേഖരിച്ചു. ഈ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ശേഖരിച്ചു. 1-2 കുട്ടികളല്ലാത്ത മറ്റുള്ള എല്ലാ കുട്ടികളും അഡ്രസ്സും ശേഖരിച്ചു. അവർ 3 വർഷത്തിനാണ് പറയുന്നത്. ചെയ്ത് വകുപ്പുകളിൽ താമസിക്കുന്ന ഋഷികരണ ആണ് ഞങ്ങളുടെ ബാച്ചിൽ 84 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ 20 പേരും മരണപ്പെട്ടു. 53 പേരാണ് പുറപ്പെടുക സന്നിധരായി. അതിൽ തന്നെ അവരുടെ കാരണം മക്കളെ കൂട്ടിയും പേരമക്കളെ കൂട്ടിയും കൊണ്ടുവന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സംഗമത്തോടുള്ള താല്പര്യം കൂടി അതിലൊന്നതാണ്. അപ്പോ ഈ കാലത്ത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും ഉള്ള ഏക മാർഗം ഇന്നത്തെ സംഗമങ്ങളാണ്. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ വഴി നിർത്തിക്കൊള്ളും. പണ്ടത്തെ പോലെ ആവശ്യമുണ്ടെങ്കിൽ ആളെ തിരിഞ്ഞു പോവുകയോ വീട്ടിൽ പോയി ഡിഗ്രി ചെയ്യുന്ന പരിപാടിയില്ലാത്തതുകൊണ്ട് ആ തമ്മിൽ സുഹൃത്തുക്കൾക്ക് ബന്ധങ്ങളാണ് സ്വകാര്യമാണ്. പിന്നീട് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പായിട്ട് വീടിന് തൊട്ടടുത്തുള്ള UPSC ജോലി ചെയ്യുന്നു. PSC ഓർഡർ കിട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ഒരു ആഗസ്റ്റ് 31 ജോയിൻ ചെയ്തു. ഞാൻ രാവിലെ വിരുന്നിനെ കൂട്ടി ഇവിടെ എത്തുന്ന ശേഷം 3:30 മണിക്കാണ്. അന്ന് നമ്മുടെ വേണമാ സ്ഥലമാക്കി കാത്തിരിക്കാണ് എന്തായാലും വരുന്നത്. ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഹെഡ്മാസ്റ്റർ എഴുത്ത് മാഷായിരുന്നു. ഞാൻ പറഞ്ഞു, മാഷ എനിക്ക് ജോയിൻ റിപ്പോർട്ട് ആയിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ എത്തിനോട് എന്താ മാഷെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ PSC അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നു, ഒരു ദിവസം സർവീസ് ഇത് ചെയ്യുന്നു. നിങ്ങൾക്ക് നാട്ടിലൊരു PSC ഒഴിവായി ഞാൻ എഴുതാറുണ്ട്. അങ്ങനെ കുറെ കാലം കൊണ്ടാണ് ഞാൻ ലഭിച്ചത്. ആദ്യമായി മലയാളം അധ്യാപകനായ നമ്മുടെ വേണു മാസ്റ്റർ, അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. പൊന്നാട അണിയിക്കുന്നത് വീണാക്കുട്ടി, അനിത. എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അടുത്തത് ആയിഷ ടീച്ചർ. ഞങ്ങൾ പെൺകുട്ടികൾക്ക് എന്നും ഒരു വഴികാട്ടിയായിരുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവിടുന്ന് പിന്നെ നാട്ടിലേക്ക് പോയില്ല, താമസമൊക്കെ മഞ്ചേരിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ അന്യ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണെങ്കിലും ഇവിടെയാണ് ഇപ്പോൾ സ്ഥിരതാമസം. ആരും പോയിട്ടില്ല. ഭാര്യയും കുട്ടികളൊക്കെ മകളെ കാണുന്ന നാട്ടിലേക്ക് കല്യാണം കഴിച്ചു സ്വസ്ഥമായി അങ്ങനെ കഴിയുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സ്വസ്ഥം, യാതൊരു സർവീസ് ബാധ്യതകളും ഇല്ലാതെ രക്ഷപ്പെട്ടാൽ ഒരു മനുഷ്യനാണ്. എല്ലാവരും കൊണ്ടും സുഖം, സന്തോഷം.
ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിക്കുന്നത് ശോഭന കുഞ്ഞുമൊയ്തി. ഉപഹാരം നൽകുന്നത് നായ്ക്കളു. പ്രിയപ്പെട്ട അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, കാണാൻ അഭിമുഖം പറയാൻ സംസാരിക്കാൻ ദൈവം അവസരം നന്ദി പറയാം. യഥാർത്ഥത്തില് 2 കൊല്ലം മുമ്പ് ഫംഗ്ഷന് പോലെ മുമ്പത്തെ ബാച്ച് നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റി. അന്ന് ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ താമസം. കാരണം മോനിപ്പോ ജോലി ഇപ്പൊ കഴിഞ്ഞ പഠനം കഴിഞ്ഞ് PG എമർജൻസി കേസിൽ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. ജോബ് ഹോസ്പിറ്റലായിട്ട് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോ കോച്ചിങ് നാട്ടിൽ വരുന്നത് സെപ്റ്റംബറിൽ വരാൻ നിന്നതാണ്. അപ്പൊ ഇവിടെ നാട്ടിൽ ജോലി മതക്കാർക്ക് കൊടുക്കാൻ 2 വർഷം വിളിച്ചപ്പോൾ എന്നോട് വരാൻ പറ്റില്ല. കാരണം അതിന്റെ ഭാര്യക്ക് അവിടെ അനസ്തീഷ്യായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തൽക്കാലം പോയില്ല. അപ്പൊ വേക്കൻസി പോയി. തൽക്കാലം 3 മാസം കൂടി അവിടെ തന്നെ തുടരുക വെച്ചിട്ടാണ്. ഭാവിയിൽ ഇവിടെ നാട്ടിൽ ജോലിക്കാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള എടുക്കാണ്. പിന്നെ മുൻകണ്ടലിന്റെ അടുത്ത് വെയിൽസിൽ സ്കോട്ട്ലൻഡിന് ഇന്റർവ്യൂ കഴിഞ്ഞോണ്ട് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയാൽ അങ്ങോട്ട് പോകും അവരുണ്ടാവും. പിന്നെ എനിക്കവിടെ പോയി കണ്ടാൽ തൽക്കാലം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ല. ഇംഗ്ലീഷ് വലിയ താല്പര്യം. അപ്പോ അപ്പോഴത്തെ സംസ്കാരം ഇതൊക്കെ അറിയാലോ വെച്ചിട്ട് ഭാവി വിശാലമായിരുന്നു അഭാവം അനുഗ്രഹം തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എത്ര കാലം ഇതെന്ന് പറയാൻ പറ്റില്ല. ഏത് ആരോഗ്യമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് സരണ്ടത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊരു കവിയില്ലേ കഴിയുന്നു നിൽക്കുന്നത്. എനിക്കൊരു പ്രസംഗിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇൻസ്റ്റന്റ് സഡൻ അത് പ്രതീക്ഷിക്കാത്ത മക്കൾ. അവര് രാജകുമാർ ഒരു കന്നഡ നടന്നു വെച്ചറിയാലോ. അതുപോലെയൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ കല്യാണത്തിന്റെ തലേന്ന് മോളുടെ കല്യാണത്തിന്റെ തലേന്ന് മോളുടെ ഉപ്പ പാട്ട് പാടുന്നത് പാടുള്ളൂ. അതുപോലെ നമുക്ക് കാര്യം പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ ആരെങ്കിലും കൂടി നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിച്ചതിന് അവരോട് പറയും. ജയശ്രീ. ഓ എപ്പോഴും എനിക്ക് വിജയശ്രീനെ വരൂ. ഏതായാലും കാരണം എന്താ വെച്ചാല് മുന്നേ വെച്ചാല് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. മനസ്സിലായില്ലേ? അനിതനെ വ്യക്തമായിട്ട് നോക്കണം. പിന്നെ ഈ പിന്നെ കൊണ്ടുവന്ന ആൾക്കാർക്ക് അറിയാം. അല്ലാത്തവരെ എല്ലാ ആൾക്കാരിപ്പം ഓർമ്മ കിട്ടുന്നത്. രായൻകുട്ടിന് പിന്നെ എక్కడ കണ്ടോ പഞ്ചാബിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കണ്ട സംശയം ബസ്സിൽ പോയപ്പോൾ കണ്ടിട്ട് സംസാരിച്ചൊക്കെ ചെയ്യും. ഇന്നൊന്നും പിന്നെ ഓൺലൈനായിട്ട് നടക്കാം. കോവിഡ് കാലമായിക്കൊണ്ട് കഴിഞ്ഞിട്ടാ പോകുന്നു. അതായത് അന്ന് പിള്ളേർക്ക് ലീഗൊക്കെ ഉണ്ടായിരുന്നു. ലീഗൊക്കെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡുണ്ടോ സൂര്യനൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. പിന്നെ ആദ്യത്തെ സ്കൂളിന്റെ കാര്യം മാത്രമാണ്. ആദ്യത്തെ പ്രൈവറ്റ് സ്കൂളാണ് വർക്ക് ചെയ്തത്. അവിടെ ഇൻചാർജ് ചെയ്താണ് വർക്ക് ചെയ്തത്. ഭയങ്കര ഭാരം എടുത്ത് ജോലി ചെയ്തു. പക്ഷെ ഞാനൊരു ടീച്ചർ മാത്രം ഉള്ളിട്ടുണ്ട്. യാതൊരു കൊല്ലം കഴിഞ്ഞു 2 കൊല്ലം വർക്ക് ചെയ്തു. അതിന് ശേഷം പിന്നെ പോയത് കാസർഗോഡാണ്. അതിനുശേഷം അവിടുത്തെ സ്കൂളിൽ പോകണ 2 ദിവസം കഴിഞ്ഞില്ല അപ്പോഴൊക്കെ സമയം ഇവിടെ ഇരീക്ഷൊക്കെ നടത്തുന്നതാണ് നമുക്കറിയാം. ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഒത്തിരിയായിട്ടും ലോകം എടുക്കാത്ത ചേർന്നിട്ട് സമരം ചെയ്യണ്ടേ. അതുകൊണ്ട് ഈ ഒരു കിട്ടാട്ടെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോ പുതിയ ബാച്ചുകൾക്ക് വരാനുണ്ട്. വരുമൊക്കെ അവരൊരാണെങ്കിൽ നമ്മളെങ്ങനെ പ്രയാസപ്പെട്ടാണെങ്കിൽ വരാൻ തന്നെയാണ് ഇവിടെ താല്പര്യമുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും എന്റെ ആശംസകൾ. സന്തോഷമൊക്കെ വന്നതിന് ആ കണ്ടുമുട്ടിയതിൽ 2 വാക്ക് പറയാൻ കഴിഞ്ഞതിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിൽ ഒക്കെ തന്നെ വളരെ സന്തോഷമുണ്ട്. ഇന്ന അവസരങ്ങളും ഉണ്ടാക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കും പ്രസംഗിച്ചു. പൊന്നാടണിയിക്കുന്നത് ചിന്നമോ സുന്ദരൻ.
സരസമായ കഥകളിലൂടെ പഠനത്തിന്റെ ആവശ്യകതയും ഏവരെയും ചേർത്തുപിടിക്കാൻ കഴിയുന്ന സ്നേഹമസീന്യമായ മനസ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതിനെക്കുറിച്ചും അബ്ദുറഹ്മാൻ മാസ്റ്റർ പറഞ്ഞു. ഞാൻ പാണക്കാട് ദാറുൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 81 ഈ കാവലൂർ ഹൈസ്കൂളിലേക്ക് വന്നു. അന്ന് ഓരഷട്ട് ഈ ഭാഗത്തുണ്ടായിരുന്നു. ഒരു 3 ക്ലാസ് റൂം, ഒരു 5 ക്ലാസ് റൂമുള്ള ഒരു ഉണ്ടായിരുന്നു. അധികം ശേഖരനും ചന്തുവിനും ഒക്കെ അന്ന് പടിയായിട്ട് നിൽക്കല, ചേരിയും പാമ്പുണ്ടാവും അതിനെ പറഞ്ഞു. പിന്നെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഉണ്ട്. സലാമാസ് വീടുമാസോണ്ട് പറയും, വീടുമാസത്തെ അമർനാഥ് കൂടെ ദുരിയാണ്ടേ സെറ്റാണെങ്കിൽ ഒന്നായിട്ട് തലേന്നത്തെ മഴ പാറിപ്പോയി. അപ്പൊ വന്ന് ചെറിയ കുട്ടികൾ അങ്ങനെയുണ്ട്. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് സൂര്യൻ ഒരിക്കലും കാണാനില്ല സ്കൂളിലൊക്കെ. കാരണം 6:00 വരണം, അല്ലെ 6 മണിക്ക് വരണം. എന്നിട്ട് ചാലിയാറ് കടക്കണം, 20 കടക്കണം, എന്നിട്ട് നടക്കണം. എനിക്ക് പറഞ്ഞാൽ 3.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം. എന്നിട്ട് ഇവിടെ എത്തുമ്പോ ചോന്നൊരിക്കൽ എന്നാണ് 9:05 ഒരിക്കൽ കിട്ടൂല. പിന്നെ ഷിഹാബുദ്ദീൻ എന്ന 9:20 ആവും കിട്ടൂല. പിന്നെ കിട്ടലാണ് മൊട്ടക്കുരിക്കൽ അന്നെ കൊണ്ടോട്ടി വിട്ടു. റഹീമാറ്റ് അതിൽ കയറാൻ കൂട്ടിയപ്പോല, കാരണം റഹീമാറ്റ് കുറച്ച് നിങ്ങൾ. ഞാൻ പിന്നെ അങ്ങനെ സാധുപടി അത്ര അന്ന് എടുത്തു. പിന്നെ എനിക്കങ്ങനെ പ്രശ്നമില്ല. ഏതായാലും 81 ഞാൻ ഇവിടെ വന്നു. 82 ഞാൻ ഇവിടുത്തെ മരുവാട് പോയി. അപ്പൊ പറഞ്ഞപ്പോ ചിലരൊക്കെ ഇങ്ങനെ ചുറ്റിണ്ട്. ചുറ്റിയിട്ട് ആവശ്യമില്ല. ഞാന് എന്റെ ഭാര്യ ഈ സ്കൂളിലെ വിദ്യാർത്ഥി ആയിരുന്നു 80. ഞാൻ വരുന്നത് 81 അപ്പൊ പ്രേമ കല്യാണം ഉറപ്പാണല്ലോ. ഏതായാലും 9 വർഷം ഞാനിവിടെ മരുമകനായിട്ടും ഉറുദുവാസായിട്ടും അങ്ങനെ നാടുമായിട്ട് ഒരുപാട് ബന്ധങ്ങളായിട്ട് ഞാനിവിടെ അങ്ങനെ ജീവിച്ചു. വളരെ സന്തോഷം. ഈ സമയത്ത് ഞാന് 8ാമത്തെ ഗെറ്റ് ടുഗദറിലാണ് കാവലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംബന്ധിക്കുന്നത്. എന്നാൽ ഉച്ചക്ക് ഞാൻ ഷോക്കേസിൽ എഴുതി നോക്കുമ്പോൾ 4 മെമന്റോ ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഒന്ന് പൊട്ടിയ എനിക്ക് ഓർമ്മയുണ്ട്. അരീക്കോട് ബസ് കയറുമ്പോ ബസ്സിലാണ് കയറി ചില്ലാണ് പൊട്ടി കാൽവിൽക്കാൻ. അത് വേഗം പേസ്ട്രിയാണ്. അപ്പൊ 5 മെമന്റോ. പിന്നെ ഈ പൊട്ടിക്കുന്നത് പിന്നെ ഭാര്യ എടുക്കുക, തൽക്കാലിന്റെ പറയാ കുട്ടികൾക്ക് പാവാടെ ഏതായാലും നമ്മളെ ഈ കുട്ടികൾ ഇപ്പൊ എനിക്ക് തന്ന ഈ അബൂബക്കർ, ഞാന് 93 മുതൽ ഹജ്ജ് ഉംറ ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അബൂബക്കർ സൗദി അറേബ്യയിൽ ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ്, അവിടെ ജോലിയായി. അതുപോലെ ഈ സ്കൂളിലെ അന്നത്തെ വിദ്യാർത്ഥികളായ ഒരുപാട് കുട്ടികൾ വിവിധ രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവിടെ ജപ്പാൻ, ഈജിപ്തിൽ വരെ നമ്മൾ കാവലൂർ 12 അതൊക്കെ ഈ സ്കൂളിനോടുള്ള ഒരു വല്ലാത്തൊരു സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ എത്തുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് വന്ന് ഞാൻ ഇവിടെ എത്തുമ്പോ 10 മണിയാവും. ഇന്ന് ഞാൻ എത്തിയതോ 23 മിനിറ്റോട്. എന്റെ വീട്ടിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് 23 മിനിറ്റോടാണ് ഞാൻ എത്തിയത്. അപ്പൊ ദൂരം പറ്റ കുറഞ്ഞു പോയി കാണും. സ്നേഹം പറ്റ അകന്നു പോവാണെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനും അടുപ്പിക്കാനുമാണ് ഇത്തരം സംഗമങ്ങൾ. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെ വെറുതെ ഉറക്കം വരാൻ വേണ്ടി ഇങ്ങനെ തന്ന സുഹൃത്തത്തിൽ ഞാൻ അങ്ങനെ എണ്ണി വല്ലാതാൻ പറ്റിയിട്ടെണ്ണാൻ. പിന്നെ അങ്ങനെ 10 ആകുമ്പോൾ ഒന്നിങ്ങനെ വെക്കൂ. 50ഓളം കുട്ടികൾ ഈ കാലഘട്ടത്തിലൊന്നും മരിച്ചു പോയി. ഈ കാലഘട്ടത്തിൽ 81 മുതൽ 90 വരെ ഈ സ്കൂളിൽ പഠിച്ച 50ഓളം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടുത്തെ മരുമകനായതുകൊണ്ട് ഇവിടുത്തെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, കുടിയിരിക്കലിൽ പങ്കെടുക്കാറുണ്ട്, മരണത്തിൽ ക്ഷണിക്കാതെ തന്നെ ഞാൻ ധാരാളം പങ്കെടുക്കാറുണ്ട്.
അപ്പൊ എനിക്കതൊക്കെ പരിചയമുള്ളതിനോട് അതുപോലെ ഒരുപാട് ആളുകൾ എൻ്റെ ഭാര്യ പിതാവ്, ഭാര്യ മാതാവ്, എൻ്റെ വലിയ മോശാക്ക, ചെറിയ മോശാക്ക, ഭാര്യയുടെ കുടുംബങ്ങള്, ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഇന്ന് ഞാൻ ആദ്യം വന്നത്, സാധാരണ ഞാൻ വന്നാല് ആ പള്ളിയിൽ കയറി ഒന്ന് മൂത്രം വഹിച്ചിട്ട് അവിടുന്നാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വരെ. ഇന്നും എൻ്റെത് അവിടെ നിന്ന് മൂത്രം വഹിച്ച ശേഷം ഞാൻ ആ പള്ളിയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെടുത്ത് പോയി ഞാനങ്ങനെ കുറച്ചു നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഓരോ കുട്ടികൾ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അതുപോലെ 5 അധ്യാപകന്മാര് ഈ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ടീച്ചറുടെ ഭർത്താവ് അതിർവാൻകുട്ടി മാഷി ഈ സ്കൂളിൽ അധ്യാപകനായിരുന്നു, പിന്നെ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിരുന്നു. എന്നെ അബ്ദുറഹിമാനെ എന്ന് വിളിച്ചപ്പോ ഒരു ദിവസം പറഞ്ഞു, വീട്ടിൽ ഞാൻ വീട്ടിയെ എന്ന് വിളിക്കൂല, ഞാൻ അബ്ദുറഹിമാൻ എന്നേ വിളിക്കുള്ളൂ, നിങ്ങൾ എൻ്റെ കുട്ടിയാണ്. ആ ടീച്ചർ അക്സാർ മരണപ്പെട്ടു പോയി. ടീച്ചർ ആങ്ങള സലാം മാഷ് ഒരു സംഗമത്തിൽ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ കുട്ടികളോട് എന്റെ കൈ പിടിക്കരുത് എന്ന് വീട്ടിൽ പ്രത്യേകം പറയണം എന്ന് പറഞ്ഞു. കാരണം കൈ സാധിക്കുന്നില്ല. ആ സലാം മാഷ് മരിച്ചുപോയി, ഉണ്ണികൃഷ്ണൻ മാഷ് മരിച്ചുപോയി, വേണുമാഷ് മരിച്ചുപോയി, ഹെഡ് മാഷായ സെലസ്റ്റീൻ മാഷ് മരിച്ചുപോയി, രാജഗോപാലൻ മാഷ് മരിച്ചുപോയി, പ്യൂർമാരായിരുന്ന ശേഖരൻ മരണപ്പെട്ടുപോയി, അതുപോലെ അഹമ്മദ് ഉണ്ടായിരുന്നു, മരണപ്പെട്ടുപോയി. അന്നത്തെ ചന്തു മരിച്ചിട്ടില്ല, ഇപ്പോഴും വലിയ തമാശന്റെ ആളായിട്ട് നമ്മൾ സി പി ഒക്കെ അധികം ഭക്ഷണം കൊണ്ടുവരുമ്പോ ഒന്നും കൊണ്ടുവരില്ല, ഒരു മുള എടുത്തിട്ടേ കൊണ്ടുവരുള്ളൂ. എന്നിട്ട് ആരെങ്കിലും ഇറച്ചി പറ്റിയെ കൊണ്ടുവന്നാല് ആ ടിപ്പിക്കറിയെ തുറന്നിട്ട് ആ ഇറച്ചി വെക്കും. അങ്ങനെ ഒരു ദിവസം വേറെ മാഷ ഇറച്ചി മുഴുവനും സലാമാഷ എടുത്ത് ഒന്നും കൊണ്ടില്ല, ഇറച്ചി പൊരിച്ചേ കൊണ്ടുവന്നിരുന്നു. പിറ്റേന്ന് 2 ടിഫിൻകാരുടെ നിറയെ ഇറച്ചി പൊരിച്ചതാണ് കൊണ്ടുവന്നത്. എന്നാ സലാമേ നക്കിയോ ഇറച്ചി അങ്ങനെ അതൊക്കെ ഓർമ്മ വരികയാണ്. ഇനി ബിൽഡിംഗ് ഉണ്ടായത് 84-ലാണ്. CS സാഹിബാണ് ബിൽഡിങ് വീഴുക. പിന്നെ കുറച്ചൊക്കെ ഒരു ലെവല. അതോടുകൂടി ഞാൻ കടന്ന് പോകണമെന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് BC-ന്റെ വീട്ടിലൊരു പോലുണ്ടായിരുന്നു. വേണുമാസൊക്കെ എക്സ്പാൻസായ പ്രത്യേകത്തെ പ്രത്യേകം പറഞ്ഞു, വീട്ടിൽ ഇടക്കാർക്ക് വരൂലെന്നുള്ള ലീവ് അറിയിക്കാറുണ്ടോ. അപ്പൊ നമ്മള് ബസ്സുകാരെടുത്ത് അരീക്കോട്ടേക്ക് കത്ത് കൊടുത്തു. പിന്നെ 3 ദിവസം കഴിഞ്ഞ് വരുമ്പോ ഈ ബസ്സിൽ പോയപ്പോ ബസ്സിലെ ക്ലീനർ കത്ത്, ഇതോ നിങ്ങൾ സ്കൂളിൽ തന്നാല് മാസ ലീവാണ്, നോക്കുമ്പോ നമ്മുടെ ലീവ് തന്നെയാണ്. അതുകൊണ്ട് ടെലിഗ്രാം ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ടെലിഗ്രാം. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടായിരുന്നു നമ്മുടെ കുട്ടികള്. ഒരു കുട്ടീൻ്റെ സ്കൂളിൽ പുറത്താക്കി. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊക്കെയുള്ള ആളായതുകൊണ്ട് ഒരു കുട്ടീൻ്റെ കൈ പരിശോധിച്ച് കുട്ടീനെ ചീത്ത പറഞ്ഞു ടീച്ചർ പുറത്താക്കി. കൈ പരിശോധിച്ച് നോക്കുമ്പോൾ കയ്യിൽ തയമ്പ അത് ചേർത്ത് നോക്കൂന്നാണ്. നോക്കുമ്പോൾ അന്നും 10 കല്ല് വെട്ടിയിട്ടാണ് ഓൻ സ്കൂളിലേക്ക് വന്നത്. ഓൻ്റെ പാപ്പ ഉമ്മനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഉമ്മക്ക് രോഗമാണ്. ആ കുട്ടീനൊരു കച്ചവടക്കാരനാണ്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടവരുണ്ട്, നാട്ടിൽ നിന്നാണെങ്കിൽ കണ്ടവരുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ കൂടെയാണ്. പിന്നെ എൻ്റെ മോളെ കല്യാണം കഴിച്ചത് ചെങ്ങരയിലേക്കാണ്. മോളെ പേര് ഫാത്തിമ എന്നാണ്. MA ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഭർത്താവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ AGM-ആയി വർക്ക് ചെയ്യായതുകൊണ്ട് സ്കൂളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ബോംബെയിലാണ്. അടുത്ത ആഴ്ച അവര് ജപ്പാനിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. മക്കളും അവരും ജപ്പാനിലേക്ക് പോവാണ്. 3 മക്കളുണ്ട്, 3 പേരമക്കള്. മോക്കുള്ള 3 പേരമക്കള്. പിന്നെ മൂത്ത മകള് എഞ്ചിനീയറാണ്. 82-ലാണ് കല്യാണം കഴിക്കുന്നത്. 84-ലാണ് മൂത്ത മകൻ ജയിക്കുന്നത്. ട്രൗസർ റൂട്ട് എത്രയോ പ്രാവശ്യം പോലെയാണ് ഈ സ്കൂളിലേക്ക് യുവജനോത്സവത്തിനും മറ്റുമൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ എഞ്ചിനീയറായി ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. ഭാര്യ ഡോക്ടർ ഷബിന. 3 പേരമക്കളുണ്ട്, അവരും ഖത്തറിൽ തന്നെ. ചുരുക്കി പറഞ്ഞാൽ 6 പേരമക്കളുണ്ട്. ഒറ്റയൊന്നിനും കളിപ്പിക്കാനുള്ള സമയം ഇപ്പൊ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. പിന്നെ മരുമക്കളും വിദേശത്താണ്. ഇനിയിപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ ഒരു പൂതിണ്ട്. ചെറിയ മാലി ഖത്തർ അക്കൗണ്ടന്റ് ആണ്. പണിയിലൊക്കെ വലിയ രീതിയിലേക്കൊക്കെ ഉണ്ട്. ഖത്തറിലെ പുതിയ ഒക്കപ്പിലോ
ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഓനൊരു കല്യാണമൊക്കെ ഉണ്ടാക്കണം. അതിൽ നമ്മളൊക്കെ വാട്സാപ്പിലൊക്കെ ബന്ധപ്പെട്ടാൽ ഏതായാലും വരികയാണ്. എന്റെ കല്യാണത്തിന് ഇവിടുന്ന് മിക്ക സ്റ്റാഫും വന്നിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ചേർന്ന് അന്ന് ഒരു അറബിക് ടീച്ചർ ഉണ്ട്. ആ അറബിക് ടീച്ചർ ലീവാണ്. അപ്പൊ സലാമാത്ത് പറഞ്ഞത് എന്റെ പെങ്ങളാണ് വീട്ടിൽ. ഇന്ന് പെങ്ങൾ ഓപ്പറേഷനാണ്, മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഞാൻ 3ാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ ടീച്ചറെ കാണാൻ പോയി. ഞാൻ ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ആയിഷാബി എന്ന് പറഞ്ഞതാണ്. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളെയാണ്, പഴയ ബന്ധങ്ങളാണ്. പിന്നെ ഈ സംഗമങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ സംഗമത്തില് ഒരാളുമായി ഞാൻ അതിന് പെട്ടാനില്ല, കാരണം എന്റെ ശേഷം വന്ന കുട്ടികളാണ്. അവർ ഈ സംഗമത്തിന് വളരെ പെട്ടെന്ന് 4 ലക്ഷം രൂപ കലക്ട് ചെയ്തിട്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി, കുട്ടികളെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് രൂപീകരിച്ചു. ഈ മറ്റേ കാലത്ത്, കോവിഡ് കാലത്ത് 81 അബ്ദുറഹ്മാൻ, ഡോക്ടർ അബ്ദുൾ റസാഖ്, അസീസ്, അസൈനാൻ ഇവരൊക്കെ ഒരു ബാച്ച് നടത്തിയിരുന്നു. പക്ഷെ അധ്യാപകന്മാര് ആരും വരൂല എന്ന് പറഞ്ഞു, ഞാനും വരൂല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ വീട്ടിൽ വന്നാണ് അവർ ആദരിച്ചത്. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്രയും സംസാരിച്ചത് ചില സമയത്ത് നിങ്ങൾക്ക് കടമെടുത്തതാണ്. കുറച്ചാള് സംസാരിച്ച വളരെ കുറഞ്ഞല്ലോ, അത് കടമെടുത്ത് പിന്നെ എൻ്റെ ഒരു 5 കൂടി ഇങ്ങോട്ട് കൂട്ടി. ഏതായാലും 2010 ഞാൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ട്രാവൽ രംഗം ഒന്ന് ഉഷാറാക്കി. അധികം ട്രാവൽ രംഗം തന്നെയും വീട്ടിലുണ്ടാവാറില്ല. സൗദി അറേബ്യ, UAE, അതുപോലെ ഇങ്ങനെ പല രാജ്യങ്ങളിലും, പിന്നെ ജോർഡാൻ, ഇസ്രായേൽ, പലസ്തീൻ, ഇങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കലും വളരെ എനർജറ്റിക് ആയിരുന്നു. കോവിഡ് കാലത്ത് മകന്റെ വീട്ടിലേക്ക്, മകന്റെ അടുത്ത് ഖത്തറിലേക്ക് ഞാനും ഭാര്യയും പോയി. 3ാമത്തെ ദിവസം ഖത്തറിൽ കോവിഡായി 8 മാസം അവിടെ കുടുങ്ങി. തിരിച്ചിവിടെ വന്നപ്പോഴും കണ്ണിന്റെ അസുഖം അധികമായി. ആദ്യം മരുന്ന് കുറ്റിക്കലുണ്ടായിരുന്നു, അതൊക്കെ ഡിസോർഡറായി പോയി. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കണ്ണ് 100% പോയി. ഇനി മറ്റൊരു കണ്ണിന് 32% ഉണ്ട്. വളരെ കണിശായിട്ട് ഇപ്പൊ ആ ഭാര്യയാണ് ഇന്നെ അവിടെ കൊണ്ടുവന്ന് നടത്തിയത്. ഞാൻ എങ്ങോട്ടോ പോവാന്നുള്ള എനിക്ക് മറ്റ് ഞാനൊക്കെ ബസ് കയറിയിട്ട് ഇങ്ങനെ വരുന്ന നേരത്തെ, എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും മറ്റേ അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ പോയി എല്ലാവരും പരിചയം കുത്തി. വൈകുന്നേരമായിരുന്നു ഞാൻ തിരിച്ചു പോയത്. എല്ലാവരും നിങ്ങളൊക്കെ, ഞാൻ പരാതി പറയാല്ല, എൻ്റെ കാര്യത്തിൽ ഇത്രയും ദൈവം എല്ലാ നിലക്കുള്ള അനുഗ്രഹം ദൈവം തന്നതിന് ദൈവത്തിനെ ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ സ്തുതിക്കുകയാണ്. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും. പിന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എനിക്ക് നേടാൻ സാധിച്ചത്. ഹജ്ജിനുള്ള ക്ലാസ് എടുത്തിട്ട് ഞാൻ ഗവൺമെന്റിന്റെ ട്രെയിനറായിരുന്നു, ഗവൺമെന്റിന്റെ വളണ്ടിയറായിരുന്നു. പക്ഷെ അതൊക്കെ 60ഉം 65ഉം വയസ്സുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്ത് അവർ ശിഷ്യന്മാരായി ഇപ്പോഴും അവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു നല്ലൊരവസ്ഥയിലാണുള്ളത്. പിന്നെ നമ്മൾ കുട്ടികൾ നിങ്ങളെ പറ്റി നിൽക്കാണ്. ഒരുപാട് ആളാണ് ഒപ്പിട്ടിരിക്കുന്നത്. വീരാൻകുട്ടിയൊക്കെ ഓരൊക്കെ ഭയങ്കര കച്ചവടക്കാരാണ്. ഗൾഫ് രാജ്യത്തൊക്കെ വന്നാൽ ഉടനെ ഓടിയെടുത്തു. ഇപ്പൊ പള്ളിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്വാഗതം പറഞ്ഞ ആളെ ഗസറ്റഡ് ഓഫീസറായിട്ട്, ITI പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, ഗസറ്റഡ് പോസ്റ്റിൽ. അതുപോലെ കേരള ഹൈക്കോടതിയിൽ നമ്മൾ പോയാൽ അവിടെ ബാബുഗസ്തായ എന്ന് പറഞ്ഞൊരു വക്കീൽ എവിടെ പോയാലും ഒരിക്കലും മലപ്പുറം ജില്ല ഇൻഫർമേഷൻ ഓഫീസിലേക്ക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഒരു ചെറിയ കാര്യം നേടാൻ വേണ്ടി പോയപ്പോ കസാരയിൽ ഒരാളാണ് ഡീറ്റിക്കൽ ഇൻഫർമേഷൻ ഓഫീസർ. നമ്മൾ ആകെ നമ്മളാളെ നമ്മൾ അവഹേളിക്കാൻ നോക്കുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ച് ആമിയൂരിക്കുള്ള ഒരാളാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ. അതുപോലെ എത്രയോ ഗസറ്റഡ് ഓഫീസർമാർ. രായൻകുട്ടി എഞ്ചിനീയറാണ്, ഈ ഇവിടെ പഠിച്ചാണ്. രായൻകുട്ടിയുടെ ജ്യേഷ്ഠൻ അസൈനാന് പഞ്ചാബിലാണ്. ഇവരൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുന്നതിനോണ്ടേ എപ്പോഴും ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടും. ഏതായാലും ഇത്രയും സമയം നിങ്ങൾ കേട്ടുന്നില്ല, നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഓർക്കാനുള്ളതൊക്കെ ഓർക്കുക, മറക്കാനുള്ളതൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ മറക്കും. അടുത്തത് ആദരനായി ക്ഷണിക്കുന്നു ഈ സ്കൂളിലെ അസിസ്റ്റന്റ് HM ആയിഷ ടീച്ചർ. പൊന്നാട നൽകുന്നത് നാരായണൻ
ഇരുവേജി കല്യാണിക്കുട്ടി. ഉപഹാരം നൽകുന്നത് അയ്യപ്പൻ പഠിപ്പിക്കുന്നു. കാവന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 80-83 SSLC ബാച്ചിലെ കുട്ടികളെ സംഘടിപ്പിച്ച ഈ ചങ്ങാതിക്കൂട്ടം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച സ്വാഗതം പറഞ്ഞ ശശിമാഷ്, അതുപോലെ കുട്ടികളുടെ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയവരും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാനെത്തിയവരുമായ വേദിയിൽ ബഹുമാന്യരായ അധ്യാപകർ, സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരുപാട് വൈകി രാത്രിയാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. നിങ്ങളൊരു സംഭവം ടീച്ചർ ഇതൊക്കെ കൂടുതൽ ടീച്ചർ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ അതിനെ സംബന്ധിച്ചു. പക്ഷെ അലിബാബ് സാറിന്റെയും സംഘാടകരുടെയും നിർബന്ധത്തിന് വഴി ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ആദ്യമായി ഈ അവസരം തന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ പരിപാടി 40 വർഷത്തിന് ശേഷം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും വളരെയധികം എന്താ പറയാ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു പരിപാടി തന്നെ നിങ്ങളിലുള്ള സൗഹൃദം പങ്കുവെക്കാനും അതുപോലെ ഈ ഗുരുശിഷ്യ ബന്ധം നിലനിർത്താനുമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ കോറിംഗ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇല്ലായ്മയിൽ നിന്ന് പിന്നെ ഉണ്ടായ സ്കൂളാണ് പലരും പല വേദിയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ആ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ച നിങ്ങൾക്കും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായിക്കാണും. അപ്പൊ ഇന്നത്തെ പോലെ സൗകര്യം ഇല്ലാതിരുന്നൊരു കാലത്താണ് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം തുല്യതയോ അതുപോലെ പിന്നെ സേവരീക്ഷയോ ഒന്നുമില്ല. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളുകൾ പഠിച്ച് മുന്നോട്ട് നല്ല വഴിയിൽ എത്തിയിട്ടുണ്ടാവും. അതുപോലെ പഠനം പാതി വഴിയിൽ നിർത്തി ജീവിത വഴിയിൽ മറ്റ് കാര്യങ്ങൾ ഏർപ്പെട്ടവരുണ്ടാവും. എന്തായാലും നല്ല രീതിയിൽ എത്തിയ കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. കുറെ ആളുകളെ എനിക്ക് അറിയാം, എന്നാൽ അറിയാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെ സഹായിക്കാനും നിങ്ങൾ ഈ കൂട്ടായ്മക്ക് കഴിയട്ടെ. പിന്നെ ദീർഘമായൊരു പ്രസംഗത്തിന് അല്ല നിങ്ങളിപ്പോ വന്നിട്ടുള്ളത്. നമ്മളല്ലോ പറഞ്ഞതുപോലെ 50 ആണെങ്കിലും ഇപ്പൊ ആ 16 ചുറുചുറുക്കിലായി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലിപ്പോ പിന്നെ ഇവിടുത്തെ ഒരു പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസംഗം നീണ്ടു പോകുന്നില്ല. ഈ ചങ്ങാതിക്കുട്ടം പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്തത് ചന്ദ്രനെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കല്യാണം അണിയിക്കുന്നത് ഖദീജ 12, രമേശ് ചെങ്ങര. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് പുഷ്പചന്ദ്രൻ. എല്ലാവരും നമസ്കാരം പറയുന്നു. വളരെ സന്തോഷം. ഞാൻ 1979 സെപ്റ്റംബർ 13 ആയിരുന്നു ഈ നമ്മുടെ ഉത്തരമാസത്തിൽ 81 എത്രയും കാര്യമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന കാലത്ത് രാധാമണി ടീച്ചർ ഒരു ടീച്ചർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 7 മാസത്തിൽ ടീച്ചറെ എല്ലാവരും ഉണ്ടായിരുന്നു. വേറെല്ലാവരും എനിക്കിപ്പോൾ നല്ലൊരു പരിചയമാല് മെയ് മാസം സദസ്സിനു മുന്നിൽ ഗീത ടീച്ചറുടെ സന്ദേശവും വായിച്ചു കേൾപ്പിച്ചു. സ്നേഹ സമ്മാനത്തിന് എന്റെ ഭാരവാഹികളോട് നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഒപ്പം ഇത് ഹെഡ്മാസ്റ്ററെ എടുക്കുകയും സ്കൂളിലെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി തന്നെ ഇത് ചെലവഴിക്കുമെന്നും അറിയിക്കുന്നു. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ദിവസം ചെങ്ങാതിക്കൂട്ടത്തെ എല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ ഓർമ്മകൾ ഒന്ന് പുതുക്കുക. പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ
നമ്മൾക്ക് പരിചയമുള്ളവരാണ് തന്നെ. ഒന്നും കൂടെ നമ്മൾ ഓർമ്മ പരിചയം ഒന്ന് പുതുക്കുക. അത് ഇങ്ങോട്ട് കയറി വരാൻ കഴിയുന്നവർ ഇങ്ങോട്ട് കയറി വരിക, അല്ലാത്തവർ ജയരാജോടെ മൈക്ക് പിടിച്ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞാലും മതി. അപ്പൊ ഓരോരുത്തരും മാക്സിമം 2 മിനിറ്റാണ്, 1 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവണം. ആരും കൂടുതൽ ടൈം എടുക്കാതെ സഹകരിക്കണം, എല്ലാവരും പങ്കെടുത്ത് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നമ്മുടെ അവർക്ക് കൊടുക്കുക. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഞാൻ ആദ്യം തന്നെ ഈ അവസരം എടുത്തത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഒന്ന് കൂടുതൽ ബുദ്ധിമുട്ടാനുള്ള ഒരു അവസരമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകണം എന്നതുകൊണ്ടാണ് എല്ലാവരെയും ഓവർടേക്ക് ചെയ്തത് ഞാൻ തന്നെ ആദ്യം വൈകിട്ടെടുത്തത്. എന്തുതന്നെയായാലും എൻ്റെ 8, 9, 10 ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ശശിമാഷ് ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ എത്തി ഞങ്ങളെ കണ്ടു എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് ഞങ്ങള് കണക്കാക്കുകയാണ്. ഈ അവസരത്തിൽ ശശിമാഷ് എന്റെ കല്യാണത്തിന് കൂടി മാഷ് വന്നിരുന്നു. പത്തനംതിട്ട പള്ളിയിലെ ശശിമാഷ്, മനോമണി ടീച്ചർ, മഹിളാമണി ടീച്ചർ, തങ്കമണി ടീച്ചർ, ഗീത ടീച്ചർ പോലുള്ളവരെല്ലാവരും തന്നെ എന്റെ കല്യാണത്തിന് പത്തനംതിട്ട പള്ളിയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ അന്ന് എനിക്ക് അതിയായ ഒരു സ്നേഹം വളരെ അധികം അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പഠിപ്പിച്ച വിദ്യാർത്ഥി കല്യാണത്തിന് വിളിക്കുമ്പോൾ അവർ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച കല്യാണത്തിന് വന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ബാലേന്ദ്ര മാഷ് എന്റെ പ്രിയ ഗുരുനാഥനാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്ററായും അതുപോലെ തന്നെ AU ആയും DU ആയും ഒക്കെ ഞാനിപ്പോ രക്ഷമായിട്ട് സ്കൂളിൽ ജോലി ചെയ്യാണ്. അദ്ദേഹത്തെ പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ സമീപിക്കാറുണ്ട്, അദ്ദേഹത്തെ കാണാറുണ്ട്. അതുപോലെ തന്നെ സാറിനോട് എപ്പോഴുള്ള ബഹുമാന ആദരവുകള് ഇപ്പോൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. CP മാഷ്, നമ്മുടെ പിന്നെ ജോഗ്രഫി പഠിപ്പിച്ച CP മാഷ്, ഉറുദു മാഷ്, ആയിഷ ടീച്ചർ, നമ്മുടെ ചന്ദ്രേട്ടൻ, അതുപോലെ തന്നെ മറ്റധ്യാപകര് എല്ലാവരെയും ടീച്ചറെ ഇടയ്ക്ക് വെച്ച് പള്ളിയിൽ വെച്ചും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ഞാൻ കാണുന്നതാണ്. എല്ലാവരും ഇത്രയും പ്രായാധിക്യം ഉണ്ടായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി നമ്മുടെ ഈ ചങ്ങാതി കൂട്ടത്തിലെ എല്ലാ ആശംസകളും അർപ്പിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശശിമാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാഷൊരു സെന്റ് ഓഫ്, ഞങ്ങളുടെ കുട്ടികളൊരു സെന്റ് ഓഫ് സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും കൂടി കൂട്ടക്കരച്ചില്, കമന്ന് കിടന്ന കൂട്ടക്കരച്ചിലോടുകൂടിയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. അതുപോലെ തന്നെ മാഷുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ അധികം അധ്യാപകരെ അടി വാങ്ങിക്കാത്ത ആളാണ്. മാഷ് പക്ഷേ എന്നെ ഒരു അടി അടിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കൂട്ടുകാരെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാറപ്പഴം പറിക്കാൻ മല കയറി. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാല് ഈ സ്കൂളിലെ ചങ്ങാതികളായ എല്ലാവർക്കും ജയരാജന്റെ ബ്രദറാണ്. ഞാനും ജയരാജവും ഉള്ള വീട് എന്ന് പറയുന്നത് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആ വീട്ടിലെ വെള്ളം കോരി കുടിച്ചവരാണ്, അവിടെ വന്ന് ഊണ് കഴിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസം മല കയറി, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് മല കയറി പോയിട്ട് ഞാറപ്പഴം കഴിച്ച് ചുണ്ടും വായു എല്ലാം ഉറപ്പിച്ചു വന്നപ്പോഴത്തേക്ക് സമയം കുറച്ച് വൈകിയിരുന്നു. സാർ ആദ്യമായിട്ട് ഞങ്ങളെ എല്ലാം അവിടെ നിർത്തി അടിച്ചു. ആരൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മാഷെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും രാജശ്രീ പറഞ്ഞ പോലെ സ്വകാര്യ അഹങ്കാരമാണ്. എല്ലാ അധ്യാപകരും അന്ന് നല്ലപോലെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇനി ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചു. ഞാൻ എന്നെ കോഴിക്കോടേക്കാണ് എത്തുന്നത്. ഞാൻ 10 വീടായിരുന്നു. ഡാൻസും കണ്ട് സ്കൂളിൽ നമ്മുടെ ഈ 82, 83 ചങ്ങാതി കൂടുതൽ
എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനും അതേപോലെ നമ്മുടെ അധ്യാപകരെല്ലാവരെയും നേരിട്ട് കാണാൻ കണ്ടതിനും പിന്നെ ഈ ചങ്ങാതിക്കുളത്തിന്റെ പേരിലും പിന്നെ എല്ലാവരുടെ പേരിലും പിന്നെ ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും നമ്മളെ മനോജ് ഇവർ അതേ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് കൂടുന്നില്ല. അപ്പൊ ഞാൻ അവനോട് എനിക്കൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഇപ്പൊ അത് യാഥാർത്ഥ്യമാക്കി. പിന്നെ സത്യമാഷ് സതീഷ് എല്ലാവരും ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും ഈ ചങ്ങാതിക്കുളത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാട് ആശംസകളും എല്ലാം അറിയിച്ചുകൊണ്ട് സതീഷിനെ സ്നേഹപൂർവ്വം വിളിക്കും. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, ചങ്ങാതിക്കുളം ക്യാൻസർ വേറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു മോനും മോനുണ്ട്. മോൻ വീട്ടിൽ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ കോഴ്സ് എത്തി കഴിഞ്ഞാണ്. മോള് MBBS പഠിക്കുന്നുണ്ട്. അതിന് ചില കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തതായിട്ടുള്ളത് നന്ദി പറയാനുള്ളതാണ്. ഇന്ന് ഇവിടെ നമ്മളെ ശ്രമം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഇവിടെ എത്തിയ പേരെടുത്ത് പറയുന്നില്ല എല്ലാ ഗുരുക്കന്മാർക്കും ഒറ്റവാൾക്കും നന്ദി പറയുകയാണ്. പറഞ്ഞു തീരാത്ത പറച്ചിലുകൾ. കഴിഞ്ഞ 40 വർഷക്കാലമായി കണ്ടിട്ടില്ലാത്തവർ, ഇടയ്ക്കെന്നോ ഒരിക്കൽ കണ്ടുമുട്ടിയവർ, സ്റ്റാഫ് റൂമിൽ ഒരു കാലത്ത് ആരവങ്ങൾ സൃഷ്ടിച്ചവർ, ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞവർ, അവരെല്ലാം ഒരു വേദിയിൽ കണ്ണീരോടെ കെട്ടിപ്പിടിച്ച് കുശലം പറഞ്ഞും അങ്ങനെ കൂടിപ്പിരിഞ്ഞു. കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും സംഗമത്തിന് മാത്രമായി എത്തിച്ചേർന്നവർ. ചിലർ കുടുംബസമേതം, അടുത്ത വർഷം പിരിയുന്നവരും 40 വർഷം മുമ്പ് പോയവരും. അതെ, അത് അക്ഷരാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിന്റെ സംഗമം തന്നെയായിരുന്നു. കാതിനും കണ്ണിനും കുളിർമയേകി ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഇഴചേർച്ചയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയകളും വാട്സപ്പ് കൂട്ടായ്മകളും മുഴുവൻ അന്വേഷണങ്ങൾ. സംഗമത്തിന്റെ ദിവസം അടുത്തപ്പോഴേക്കും സംഘാടകർക്ക് കാര്യം ബോധ്യപ്പെട്ടു. വലിയ തോതിൽ പൂർവ്വ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും എത്തിച്ചേരും. അതിനാൽ അവരുടെയും സൗഹൃദ കൂട്ടായ്മയുടെയും സൗകര്യാർത്ഥം അവർക്ക് 3 മണിക്ക് ശേഷം സമയം അനുവദിക്കുകയായിരുന്നു. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൊണ്ട് സ്കൂൾ പരിസരം നിറഞ്ഞു. അല്പം വൈകിയാണെങ്കിലും തങ്ങളുടെ ഗുരുനാഥന്മാരെ കാണാൻ അവർക്ക് അവസരം നൽകിയപ്പോൾ കണ്ടത് കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ. കുശലന്വേഷണം മാത്രമല്ല, ആലിംഗനം ചെയ്ത് സ്നേഹാദരങ്ങൾ പങ്കുവെക്കുന്നു. ഒരിക്കലും കാണില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന തങ്ങളുടെ പ്രിയ ഗുരുനാഥനെ നേരിൽ കണ്ടപ്പോൾ അവർ അല്പസമയം പരിസരം മറന്നു. അവിടെ അവർക്ക് ഗുരുനാഥർ മാത്രമായിരുന്നല്ല, അച്ഛൻ അമ്മയുമൊക്കെയായി സെൽഫിയും ഫോട്ടോയുമൊക്കെയായി അവർ മണിക്കൂറുകൾ ചെലവഴിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് നടന്നത് ഒരു കാലഘട്ടത്തിന്റെ സൗഹൃദ സംഗമം. 1980 മുതൽ 1983 വരെ റിട്ടയർ ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരും സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോയവരുമായ ഏതാണ്ട് 80ഓളം പൂർവ്വ വിദ്യാർത്ഥി, അധ്യാപക, അനധ്യാപകർ അത്യാവശ്യത്തോടെ കൂടിച്ചേർന്ന ഒരു സൗഹൃദ സംഗമം. വല്ലാത്തൊരു അനുഭവം. ഒരാൾക്കല്ല, എല്ലാവർക്കും. അകാലത്തിൽ എന്നേക്കുമായി വേർപിരിഞ്ഞു പോയവരെ സ്മരിച്ചുകൊണ്ട് തേങ്ങി. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അനുഭവങ്ങളായിരുന്നു ഒരു ദിവസം മുഴുവൻ. എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിലെ അനശ്വരവും ജലിക്കുന്നതുമായ സ്മരണകളിലേക്ക് കൊണ്ടുപോയി. കണ്ണീരോടെയാണ് പലരും അനുഭവങ്ങൾ പങ്കുവെച്ചത്. നീണ്ട 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ 8, 9, 10 ക്ലാസുകളിലെ സൗഹൃദം ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ ചില്ലുജാലകം തുറന്ന് അവർ പരസ്പരം ആശ്വസിച്ചു. കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയ്ക്ക് അനന്തതയിലേക്ക് പ്രയാണം നടത്തിയ പ്രിയ സഹപാഠികളെ ഓർത്തവർ തേങ്ങി. അക്ഷരങ്ങളുടെ മഹാപ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ചു ഗുരുവര്യന്മാർ ചേർത്ത് പിടിച്ച് പൊന്നാട അണിച്ചു. അങ്ങനെ കളകെട്ടിയ ഓർമ്മകളെ ഒഴുക്കിവിട്ടു ഗതകാലത്തിലേക്ക് അവർ സഞ്ചരിച്ചു. 1980-83 കാലഘട്ടത്തിൽ കാവനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സഹപാഠികളാണ് നീണ്ട 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഗമിച്ചത്. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്രയും അധ്യാപകരെയും പഴയ എല്ലാ കൂട്ടുകാരെയും ഒന്നിച്ച് കോർത്തിണക്കി ഇതുപോലെ ഒന്നിച്ച് കൂടാൻ പറ്റിയത് വളരെ സന്തോഷകരമാണ്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തിലാണ്. അധ്യാപകരൊക്കെ വളരെ ദൂരത്ത് നിന്ന് വന്ന് ഈ പരിപാടിക്ക് വളരെ സഹകരിച്ചു. അതുപോലെ പെൺകുട്ടികളൊക്കെ കുറേ ദൂരം നിന്ന് വന്നിട്ട് എല്ലാവരും നേരത്തെ എത്തി. ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാക്കി മാറ്റി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും
ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ സംഗമത്തിൽ പങ്കെടുത്ത അധ്യാപകർ അങ്ങ് തെക്കൻ ജില്ലകളിൽ നിന്നും വന്നവരുണ്ട്. അവരൊക്കെ 80-നോടടുത്തവർ വരെയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളിൽ പലരും ഗവൺമെൻറ് സർവീസിൽ കീ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന, ഗസറ്റഡ് പോസ്റ്റുകളിൽ വരെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഈ വർഷവും അടുത്ത വർഷവും റിട്ടയർ ചെയ്യുകയാണ്. അന്നത്തെ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് ഇപ്പോൾ ഈ സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകരായും +2 അധ്യാപകരായും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടീം സ്പിരിറ്റോട് കൂടി കുറേ ദിവസങ്ങൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. പഴയ കൂട്ടുകാർ ഒരുമിച്ച് കാണാൻ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച എല്ലാ കൂട്ടുകാർക്കും, അതിനുവേണ്ടി ഹാർഡായി വർക്ക് ചെയ്ത, വളരെ പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളിൽ പലരും പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, പല മേഖലയുള്ളവരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാവരുടെയും മഴ പെയ്ത് കാവൂർ GHS അങ്കണം ഓർമ്മകളുടെ പെരുമാക്കാലം സമ്മാനിച്ച് എളയൂരിൽ ചങ്ങാതിക്കൂട്ടം സഹപാഠികൾ ഒരുമിച്ചാണ്. സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളുടെ മലവെള്ളപ്പാച്ചിലായി സംഗമം മാറി. കെട്ടിപ്പിടിച്ചും കൈകൊടുത്തും അഭിവാദ്യം ചെയ്തും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കണ്ണീർ പൊഴിച്ചും സംഗമം ചരിത്രമായി. കാലയളവിന് ശേഷം കൂടുന്ന 1980 നടന്നതിൽ വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും പങ്കെടുത്തു. ഇതൊരു തുടക്കമാണെങ്കിലും നല്ല തുടക്കമാണ്. ഇത് ഒരുപാട് പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് ഇനിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ ഈ എല്ലാവിധ ആശംസകളും. ദൂരനിൽക്കിൽ നിന്നും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്ന അധ്യാപകർക്കും അതേപോലെ തന്നെ നാട്ടുകാർക്കും ശേഷം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് വളരെയധികം ആകർഷകരമായി ഈ കൂട്ടായ്മ അതിലെല്ലാവരും സജീവമായി പങ്കെടുത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് എല്ലാവർക്കും പരസ്പരം നമുക്ക് എല്ലാ തരത്തിലും ഉപകാരപ്രദമാണ് എന്നുകൂടി 1983 SSLC ബാച്ച് 81-ൽ സ്കൂളിൽ വരികയും 82 വർഷങ്ങൾ കഴിഞ്ഞ് 83-ൻ്റെ ഇടയിലായിട്ട് പിരിഞ്ഞുപോയ പല കൂട്ടുകാരും സംബന്ധിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ നമ്മുടെ പൂർവികരായ എല്ലാ അധ്യാപകരും ഞങ്ങൾ ക്ഷണിച്ചു. അതിൽ വളരെ സാഹസപ്പെട്ടുകൊണ്ട് വളരെ വിദൂര ദിക്കിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. വളരെ നല്ല ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. കാരണം വർഷങ്ങൾ 40 പിന്നിട്ടതിന് ശേഷമാണ് ഇത്തരം സംഗമം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വളരെയധികം ആസ്വദിക്കുകയും അതുപോലെ തന്നെ പരസ്പരം സൗകര്യം പങ്കുവയ്ക്കുകയും ഈ കൂട്ടത്തിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്കിടയിൽ അവരെ സഹായിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ കൂട്ടായ്മ ചങ്ങാതിക്കൂട്ടം. ഭാവിയിലും തുടർന്നുള്ള പലതരത്തിലുള്ള പദ്ധതികളും ഈ കൂട്ടായ്മക്കുണ്ട്. എന്തായാലും ഇത്തരം സംഗമത്തിൽ വളരെയധികം സന്തോഷകരമായ ദിനമാണെന്ന് 80-83-ലെ ഏകദേശം 40 വർഷം മുമ്പ് എൻ്റെ കൂട്ടുകാരെ കാണാനും ഈ കലാലയത്തിൽ എത്തിച്ചേരാനും അധ്യാപകരെ കാണാനും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ എൻ്റെ സഹപാഠികൾക്കും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വളരെ വൈകിയാണ് വന്നത്. എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്നാലും ഞാനിപ്പോൾ ചങ്ങായിമാരൊക്കെ കാണാൻ വേണ്ടി അതിയായ സന്തോഷത്തിൻ്റെ ഇതിൽ വന്നതാണ്. ഇപ്പം മഴ കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എല്ലാവരും ഇപ്പോൾ തിരക്കിലാണ്. ഓക്കെ, 1983 ബാച്ചാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ഓർമ്മകളുടെ ചില്ലുജാലകം തുറന്ന് 40 വർഷത്തിനു ശേഷം ചങ്ങാതിക്കൂട്ടം സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂട്ടത്തിന്റെ നമ്മുടെ ഇന്നത്തെ ഇതൊന്ന് സംപ്രേഷണം ചെയ്യാനും ഇവിടെ വന്ന ഏറനാടൻ നാട്ടുവാർത്തയ്ക്ക് ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ പേരിൽ ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറനാടൻ നാട്ടുവാർത്തയിലൂടെ നഗരം അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി.
10ാം ക്ലാസ് സഹപാഠികൾ ഒരുമിച്ചപ്പോൾ മഴ പോലും അതിന് താളം പിടിച്ചു നിന്നു. കാലത്തിന്റെ സ്വർണ്ണ പുസ്തകത്തിൽ സൂക്ഷിച്ചുവെച്ച മയിൽപീലി അണിഞ്ഞ് സൗഹൃദം പങ്കുവെക്കാൻ പഴയ സഹപാഠികൾ കലാലയമുറ്റത്ത് പറന്നിറങ്ങിയപ്പോൾ മഴ ആദ്യമൊന്ന് അല്പം മാറി നിന്നു. പിന്നെ സംഗമത്തിന് എത്തിയവരെ മുഴുവൻ കുളിരണിയിച്ച് തിമിർത്ത് പെയ്തു. അങ്ങനെ വന്നവരുടെ സദ്യസമയത്ത് പോലും ഉള്ളം തളിർപ്പിച്ച് 40 വർഷത്തിനു ശേഷം ആ സൗഹൃദം വീണ്ടും പൂത്തു തളിർത്തു. സംഗമത്തിനായി അഹോരാത്രം പരിശ്രമിച്ച സംഘാടകർ ആത്മസംതൃപ്തിയോടെ ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിലേക്ക് വീണ്ടും സഞ്ചരിച്ചു. 1983 10ാം ക്ലാസ് കഴിഞ്ഞ് ജീവിതത്തിന്റെ വ്യത്യസ്ത ചില്ലകളിൽ ചേക്കേറിയ പ്രിയ സുഹൃത്തുക്കളെ വാട്സപ്പ് വഴിയാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള ശ്രമം ആദ്യം ആരംഭിച്ചത്. ആദ്യം 10ാം ക്ലാസ്സിലെ ഒരു ഡിവിഷൻ മാത്രം ഫോക്കസ് ചെയ്തു മുന്നോട്ടു പോയ കൂട്ടായ്മ പിന്നീട് 1980 മുതൽ 83 വരെ ഉണ്ടായിരുന്ന ABCD ഡിവിഷനുകളിലെ കൂട്ടുകാരെ കൂട്ടി വിപുലപ്പെടുത്തുകയായിരുന്നുവെന്ന് സംഗമത്തിന്റെ സംഘാടകർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് സംഗമത്തിന് പലതവണ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ പോയി. ഗ്രൂപ്പിലെ മെമ്പർമാരുടെ നിരന്തരമായ ആവശ്യത്താൽ മുഴുവൻ ആളുകളെയും ചേർത്ത് ഗ്രൂപ്പ് വിപുലപ്പെടുത്തി സംഗമത്തിന് കളമൊരുക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. നേർത്തു പെയ്ത മഴയുടെ മൂളക്കം തീർത്ത പകലിൽ പരിപാടിയുടെ രജിസ്ട്രേഷൻ 9:30 തന്നെ ആരംഭിച്ചു. ക്ലാസുകൾ തിരിച്ചു രജിസ്ട്രേഷന് നടന്നു. ഏറെ പ്രയാസം സഹിച്ചും പഠനത്തിന്റെ മധു നുകരാൻ നടന്നുവന്ന പഴയ സഹപാഠികൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഓർമ്മകൾ തീർത്ത ചിന്താഭാരത്താൽ കുറെ നേരം നിശബ്ദരായി നിന്നു. പിന്നെ കുശലന്വേഷണമായി. ജീവിതത്തിൽ തങ്ങളുടെ നിയോഗം പൂർത്തിയാക്കി പുതിയ ലോകത്തേക്ക് യാത്രയായ സഹപാഠികളെ ഓർത്തെടുത്ത് കണ്ണീർ പൊഴിച്ചും ശാരീരിക ഔഷധങ്ങൾ അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ദിനം സാർത്ഥകമാക്കി. അവർ തങ്ങൾ പഠിച്ച പഴയ കലാലയത്തിൽ ഒന്നുകൂടി പന്തൽ കെട്ടിയിരുന്നു. മനസ്സ് നിറഞ്ഞ നിർവൃതിയിൽ പഴയ സഹപാഠികളെ ഓർത്തെടുത്തും അധ്യാപകരോട് കുശലം ചോദിച്ചും പരിപാടിയിൽ ഉടനീളം ഒരു പ്രൊഫഷണൽ ആങ്കറുടെ മികവോടെ തിളങ്ങി നിന്ന രാജശ്രീ ടീച്ചറും
ഹലോ, നമ്മൾ പഠിച്ച എല്ലാ വർഷവും ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ വിട്ടിട്ടും സലാമാശയൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ശരികൂടായപ്പോൾ നമുക്ക് എപ്പോഴും കാണാനും സംസാരിക്കാനും പാട്ടിനെ കുറിച്ച് പറയലും ഓരോ പാട്ടിലും ഹിന്ദി പാട്ടുകൾ പാടുന്നവരുണ്ടായിരുന്നു.
നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ശശിന്റെ റൂമിലാണെങ്കിലും ആളുണ്ട് നമുക്ക് 100 പേരിക്കാൻ വേണ്ടി ആളൊക്കെയാണ് ഒരു അനൗപചാരികമായിട്ട് വൈകുന്നേരം കൂടാൻ വേണ്ടി 2 മണിക്കൂർ കൂടാൻ തയ്യാറാണെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ബ്രഹ്മൊക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിച്ച് ഒരു 2 മണിക്കൂർ ചെലവഴിക്കാം താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് നമുക്ക് ടൂർ പോകാമെന്ന് കുറെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം വെക്കേഷൻ കൈകൊണ്ടേ കേട്ടോ നമുക്ക് ഒരു 1 ഡേ ടൂർ ആദ്യം സംഘടിപ്പിക്കാം അതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ശശീന്ദ്രന്റെ ഹാളിൽ പാട്ടൊക്കെ കേൾക്കാം അതിനൊന്നും വലിയ ചെലവൊന്നുമില്ല പാട്ടൊക്കെ ഫ്രീയാ നമ്മൾ വന്നാൽ മാത്രം മതി നമുക്കവിടെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും ഞായറാഴ്ച കഴിഞ്ഞ് നമുക്ക് വായിക്കുന്നതിനോ പറഞ്ഞു ഏതായാലും കൂട്ടായ്മ ഈ ഒരു കൂട്ടായ്മ നിർത്താൻ നമുക്ക് ആർക്കെങ്കിലും പല ആൾക്കാർക്ക് പല ടെൻഷനും കാര്യങ്ങളുണ്ടോ അപ്പൊ നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ പറയാം നമുക്ക് ഒരു ദിവസം കൂടുതലേ നമുക്ക് കൂടാം കാരണം നമുക്ക് പറ്റിയ അടുത്ത് നീതു ഒരുപാട് പറഞ്ഞതാണ് കല്യാണം പെട്ടെന്ന് 1-2 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് പരിചയപ്പെടാം കൂടുതൽ നമുക്ക് പിന്നെ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യാം ഒറ്റ മിനിറ്റ് കൊണ്ടുള്ള പരിചയപ്പെടും എന്റെ പേര് രാജശ്രീ 10 A ക്ലാസ്സിലായിരുന്നു ഇപ്പൊ ഞാൻ കാവൂര് തന്നെ എന്റെ വീടിന്റെ കല്യാണം കഴിച്ചിട്ട് കാവൂര് വെള്ളക്കോട് സ്കൂളിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു 2 കുട്ടികളാണ് മോനെ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് ജോലി കിട്ടി മോള് MBBS കഴിഞ്ഞു മോനെ കല്യാണം കഴിഞ്ഞു 2 പേരും മൈസൂർ സെറ്റിലാണ് ഇപ്പൊ ഇവിടെ എന്നെ കുറിച്ചുള്ള പ്രൊഫൈൽ എനിക്ക് 2 മക്കളാണ് മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ അമ്മമ്മ അക്കമ്മയ്ക്കാണ് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സ്വപ്നത്തോടെ വിചാരിക്കാത്തയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ അത് സാധിച്ചു തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ ഇതിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഓരോരുത്തരുടെ പേര് ഞാൻ ചെറിയ കൂടെ ജോലി പ്രയാസം വെച്ചാല് അതിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ് 8 വർഷമായി മരിച്ചുപോയത് അങ്ങനെ പ്രയാസങ്ങളായിരുന്നു എല്ലാവർക്കും അറിയാം സ്കൂളിലെ ഫേമസായിട്ട് നാടകത്തിലെ ആലോചിച്ചാൽ നാടകത്തിലെ ഷോപ്പിലെ പ്രൊമാൻകാരും അറിയും പിന്നെ 10 പേര് ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് 4 കുട്ടികളുണ്ട് ഒരാളും 3 പെൺകുട്ടികളും അവരെല്ലാം എൻ്റെ മൂത്ത മോളെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ മോളെ കരിപ്പൂരി എയർപോർട്ടിൽ പോലീസാണ് മൂന്നാമത്തെ മോനെ ഇന്ത്യൻ ഡിസൈനറാണ് ചെറിയ മോന് ഇന്ത്യൻ ഡിസൈനറാണ് അങ്ങനെ ഒരു ചെറിയ കുടുംബം പറയാൻ ഇതായിട്ട് ഞങ്ങൾ നല്ല ഫാമിലിയായിട്ട് പ്രശ്നമില്ലാതെ എന്റെ പേര് ആമിന ഞാൻ 10 പേരായിരുന്നു കല്യാണം കഴിച്ചത് കൂടൊക്കെ എനിക്ക് 3 മക്കളുണ്ട്
മോളെ ഞാൻ കഴിഞ്ഞു. വലിയാള് എഞ്ചിനീയറാണ്, ചെറിയ ആള് സിവിൽ എഞ്ചിനീയറാണ്. മോളെ ഓഫീസിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വെച്ചിട്ട് ഇപ്പോൾ 10 വർഷമായി. ഇപ്പം അങ്ങനെ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ പോകുന്നു. പേര് സുലോചന, ഞാൻ ആമയിലാണ്. 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. മോളുടെ ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം മഞ്ചേരി. മോളെ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. സുഖമായിട്ടുള്ളൂ. പേരെല്ലാവർക്കും അറിയാം, റോളയാണ്. ഞാൻ ഇവിടെ ഒരുപാട് മുഖങ്ങൾ എനിക്ക് പുതുമുഖങ്ങളായിട്ടാണ് തോന്നുന്നത്. 10 സീല് പഠിച്ച ആരൊക്കെയാണെന്ന് കൈ കൊണ്ടിരിക്കാൻ പറ്റും. 10 സീല്. ഞങ്ങളൊരു സാധാരണ കുട്ടിയായിരുന്നു അല്ലെ. അറബി ഉണ്ടായില്ലേ, മലയാളം ഉണ്ടായില്ലേ, സംസ്കൃതം ഉണ്ടായില്ലേ, ഉറുദു ഉണ്ടായില്ലേ, 4 കുട്ടികളായിരുന്നു നമ്മളതിന്. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ എന്താ വേറെ കാര്യം വിചാരിച്ചാല് ഞാൻ UP സ്കൂൾ ഇവിടെ പഠിച്ചിട്ടില്ല. ചെന്നൈന്ന് വന്നവരുമായിരുന്നു, വെള്ളംകൂടെന്ന് വന്നിരുന്നു. ഞാൻ എന്റെ മേലെ കൊണ്ടുപോയി സ്കൂളിലായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടായില്ല. അപ്പൊ 8ാം ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ ഞാനൊരു മുഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ സൈലന്റ് ആയിരുന്നു. പിന്നെ 10 കുട്ടികളുടെ കാലത്തുള്ളവരായിട്ട് മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എന്തായാലും ഇതില് 95-ല് ഒരു ജോലി കിട്ടി. അത് കിട്ടിയത് ഹിന്ദിയായിട്ടാണ്. അപ്പൊ 90 കയറി 2003-ലാണ് അപ്രൂവൽ ആയത്. പക്ഷെ അതാണ് 24-ല് റിട്ടയർ ചെയ്തു. അപ്പൊ 3 ആൺകുട്ടികളാണുള്ളത്. 3 ആള് എഞ്ചിനീയറാണ്, ഒരു വലിയ ഖത്തറിലാണ്. അപ്പൊ ഇവിടെ ഡോക്ടറാണ്. ഇപ്പൊ PGക്ക് പഠിക്കുകയാണ് ഹൈദരാബാദില്. 2ാമത്തത് എഞ്ചിനീയറാണ്, അവന് സൗദിയിലാണ്, അവളും അതാണ്. 3ാമത്തത് ഇപ്പം ഈ കൊറോണയിലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. അപ്പൊ ഒന്ന് ഖത്തറിൽ പോയി വന്നിട്ട് അടുത്ത മാസം പോവുകയാണ്. അപ്പൊ നല്ല പ്രായത്തിലാണ്. ഇനി എല്ലാവരും ഇങ്ങനെ ഒന്നുകൂടി ഒത്തുകൂടാൻ പറ്റുന്നത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ആവും എന്ന് വിചാരിക്കണേ. ഇതെന്താണ് അപ്പൊ എല്ലാവരും ഞാൻ പോകട്ടെ. പിന്നെ എൻ്റെ പേര് ഇന്ത്യയാണ്. എൻ്റെ ഭർത്താവ് കൂലിപ്പണി തന്നെയാണ്. ഞാൻ കഴിക്കാണെങ്കിൽ കാർഷക കമ്പനിയിൽ ജോലി ചെയ്യാണ്. പിന്നെ എനിക്ക് 4 മക്കള് കഴിക്കാണെങ്കിൽ കാർസ് കരിപ്പൂരി എയർപോർട്ടിൽ. അപ്പോൾ 4 മക്കളാണ്, 3 പെണ്ണും 1 ആണും. വലിയ മോള് കല്യാണം കഴിച്ച് 7 വർഷമായി, കുട്ടികളൊന്നായിട്ട്. പിന്നെ 2ാമത്തെ മോള് മലബാർ ബോർഡിൽ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. 3ാമത്തോട് PG ഇപ്പം കഴിഞ്ഞ് മോൻ ITയിലാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും സന്തോഷമായിട്ട് കൂടി കളി വ്യത്യാസമൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പൈസ കുറവൊന്നും അല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ 10 സീറ്റ് ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണ്. ഒന്ന് വിദേശിപ്പെട്ട കുട്ടിയാണ്, മൂത്ത മോനെ. മറ്റേത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ടെക്നീഷ്യനായിട്ട്. ഫിനാൻസിൽ ഭർത്താവ് ഡ്രൈവറാണ്. ഞാൻ 10 എന്നെ കല്യാണം കഴിച്ചത് മഞ്ചേരിക്കാണ്. താമസം പാട്ടിക്കാടാണ്. എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോൻ ഡോക്ടറാണ്, മോള് MSc കഴിഞ്ഞ്. 2ാമത് കല്യാണം കഴിഞ്ഞ് മക്കളായി. അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും ആയി സുഖമായിട്ട് ഭർത്താവ് സൗദിയിലാണ്. മോൾ ഷാർജയുടെ അക്കൗണ്ടന്റ്, മോള് LLB കഴിഞ്ഞത്. അപ്പോൾ ചെറിയ സന്തോഷമായിട്ടാണ് പോണത്. ഞാൻ 10 ഗീതയാണ്. എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വയനാട്ടിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഇൻസ്പെക്ടറായിട്ട് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 2 മക്കളെ കല്യാണം കഴിക്കും, 3 മക്കളെ വർക്ക് ചെയ്യാണ്. 2 ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരാള് ഡിഗ്രി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. സുഖമായി പോകുന്നു. 4 മക്കളുണ്ട്, 3 പെണ്ണും. ചെറിയ മോൾക്ക് ജോലിയില്ല, എല്ലാവർക്കും ജോലിയുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് കച്ചവടം. Yeah.
ചെയ്യായിരുന്നു. എനിക്ക് ഭർത്താവ് മരിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ രണ്ടാളും മഞ്ചേരി ബിസിനസ്സാണ്. ഞാൻ യശോദ മക്കളുണ്ട്. വലിയ മോൻ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ചെറിയ മോൻ സന്തോഷമുണ്ട്. പേര് സരോജിനി. എനിക്ക് 3 പെൺമക്കളാണ്. വലിയ മോള് പ്ലസ് ടു ടീച്ചർ, രണ്ടാമത്തെ ജോലിയായിട്ടില്ല, മൂന്നാമത്തെ മോള് ഡോക്ടറാണ്. എനിക്ക് 3 മക്കള്, 3 ആൺകുട്ടികൾ. രണ്ടാമത് കൂലിപ്പണിക്ക് സന്തോഷം. എന്റെ പേര് ചിന്നമ്മു. ഞാൻ 10 ക്ലാസ്സിലായിരുന്നു. 3 കുട്ടികളുണ്ട്. വലിയ മോനെ ഗൾഫിലാണ്. മോള് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എനിക്ക് 3 പെൺകുട്ടികളാണ്. ഭർത്താവ് കൂലിപ്പണിയാണ്. മക്കൾ 3 കല്യാണം കഴിഞ്ഞില്ല. സുഖമായി. ഞാൻ സൗദാമിനി 10 സീലായിരുന്നു. എന്റെ കല്യാണം കഴിച്ചത് ഓർമ്മ. 2 മക്കളാണ്. മോളെ ടീച്ചറാണ് പഠിക്കുന്നത്. പിന്നെ മോൻ നല്ലതായിട്ട് ഞാൻ 10 ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. എനിക്ക് 2 മക്കളാണ്. വലുതാണ് ചെറുത് മടക്കി കല്യാണം കഴിച്ചത് എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. 3 പെൺമക്കളാണ്. മലബാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഒരാൾ ബിഹാറിൽ പഠിക്കുന്നത്. ചെറിയ മോളുടെ തൃശ്ശൂർ പറഞ്ഞാൽ വലിയ സന്തോഷമല്ല. എൻ്റെ പേര് രമേശ്. ഞങ്ങൾ മകളാണ്. മലം പോയിട്ട് എൻ്റെ പേര് അപ്പുറോട്ട്. ഞാൻ 10 ക്ലാസ്സിലായിരുന്നു. ഭാര്യ 2 മക്കളും 4 പെണ്ണുങ്ങളും സുഖമായിട്ട്. എൻ്റെ പേര് നാരായണൻ ഈവേറ്റി. ജോലിക്കൂലൊന്നും ഞാൻ പറഞ്ഞില്ല. 3 മക്കളാണ്. 2 പെൺകുട്ടികള്, 1 ആൺകുട്ടി. വലിയ മോള് മോണ്ടിസോറി ടീച്ചറെ വർക്ക് ചെയ്യുന്ന സ്കൂളില്. രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് ജോലിയില്ല. 3ാമത്തെ മോനാണ്. മോൻ ഡെന്റൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ശ്രീധരൻ. 10 തീരായിരുന്നു. 3 മക്കളാണ്. രണ്ടാമത്തെ ആൾ വിദേശത്താണ്. ഞാൻ മഞ്ചേരി സ്ഥലം കാവൂർ പാലക്കാട് സ്കൂൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. 4 പെൺമക്കളാണുള്ളത്. 2 മക്കളെ കല്യാണം കഴിച്ചു. പ്ലസ് 2 പഠിച്ചു. അവർക്ക് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 3ാമത്തെ കുട്ടി പ്ലസ് 2 കഴിഞ്ഞു ഇരിക്കുകയാണ്. 4ാമത്തെ 5ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
വംശവാടി ചെയ്യുന്നു. ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഈ വേദിയിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറഞ്ഞാൽ 1980-83 ബാച്ചിൽ കാവൂർ സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില മുഖങ്ങൾ ഇന്ന് കാണാനില്ല. നമ്മൾ ഡിവിഷനിൽ പെട്ടവരാവാം, മറ്റ് ഡിവിഷനിൽ പെട്ടവരായിരിക്കാം. എനിക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. എന്നാലും അവർ കാലത്തിന്റെ എവരെയും അവർ പറഞ്ഞു ഇന്ന് അവർ നമ്മളോടൊപ്പം ഇല്ല. അവർക്കെല്ലാം ഞാൻ എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങൾ ഒപ്പിക്കുകയാണ്. ഇനി എന്നെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് അയൻദാസ് പൂളക്കാട്. ഇളയൂരിൽ ഓട്ടോ ഡ്രൈവറാണ്. 24 വർഷമായിട്ട് ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെയുള്ള പലരും ഇവിടെ സ്കൂളുകളിൽ വന്ന് ഇവിടെ പോയി കഴിഞ്ഞ് പലരും ഇല്ലാത്തവരാണ്. പക്ഷേ എനിക്ക് കാവൂർ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ടച്ചുള്ള ആളായി ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യം വെള്ളം ഒഴിക്കാം. ഞാൻ ഭാര്യയുണ്ട്, 3 മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. 3 മക്കൾ എന്ന് പറഞ്ഞാൽ 2 പേര് B.Ed കഴിഞ്ഞു, MSc കഴിഞ്ഞു. ജോലിയൊന്നും ആയിട്ടില്ല. അവർക്ക് MSc തന്നെ പറ്റുള്ളൂ എന്നുള്ള വാശിയിൽ അതിനു വേണ്ടി അവസരിക്കുകയാണ്. ഒരു മകനുമുണ്ട്. മകൻ ഡിഗ്രി കഴിഞ്ഞു. വളരെ സുഖമായിട്ട് ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ ജോലിയുണ്ട്. 3 മക്കളാണ്. മൂത്ത മോൾ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മോൾ LLB സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മൂന്നാമത്തെ മോൾ ഈ സ്കൂളിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ കുഞ്ഞിക്കുട്ടനാണ്. കുഞ്ഞിക്കുട്ടൻ 17-ാം വർഷത്തില് ഇപ്പൊ ട്രസ്റ്റിയില് വർക്ക് ചെയ്യുന്നു. ഒരാളുടെ പെണ്ണാണ്. പെൺകുട്ടി ബിടെക്കാണ്. പെണ്ണാണ്. ആണ് ഡിഗ്രി ഒട്ടല്ലാതെ ഇരിക്കും. ഞാൻ സതീഷ് കാവൂരിൽ സർവേറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് ഭാര്യ 2 കുട്ടികളുണ്ട്. എൻ്റെ മോൻ PG കഴിഞ്ഞു. രണ്ടാമത്തെ മോളെ MBBS പഠിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുറഹീം. 20 കാവൂരിലെ സ്കൂളായിട്ട് കുറെ വർഷങ്ങൾ ബന്ധമുണ്ട്. ഇപ്പൊ നിങ്ങളെ നിൽക്കുന്ന ബിൽഡിംഗ് ഒരുപാട് ബിൽഡിങ്ങിന്റെ പണികൾ ഞങ്ങൾ നടത്തി. ഈ ഓർമ്മ ഇപ്പോഴാണ് വന്നത്. നമുക്ക് ഇങ്ങനെ ബിൽഡിങ്ങും സൗകര്യമൊക്കെ ഇല്ലാത്ത ഇതിന് മുന്നേയും മനോജിനെയും അതിന്റെ സഹകാരിയും ആദ്യമായിട്ടാണ് അഭിനന്ദിക്കുകയാണ്. അധ്യാപകരില് പലരും നമുക്ക് കാണാൻ അവസരമില്ലാതെ ഞാൻ കുറച്ചുപേരെ കാണാൻ അവസരം ഒരുക്കി. അതൊരു നല്ല കാര്യമായി. എന്റെ ഒരു അഭിപ്രായം, നമ്മുടെ കുടുംബത്തിൽ വളരെ പാവപ്പെട്ടവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ മക്കള്, നമ്മുടെ ബന്ധുക്കൾ നമുക്ക് തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവരുണ്ടാവും. അപ്പൊ അവരെ മോശമായ അവസ്ഥ ഉണ്ടോ എന്റെ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതായി ഉപയോഗപ്പെടുത്തണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുകയൊന്നുമില്ല. പറ്റുന്നവർക്ക് ഇതുപോലെ വന്ന് ഉച്ചയ്ക്ക് ശേഷം വർഷത്തിൽ ഒരിക്കലും ഒത്തുകൂടുന്നത് നല്ലതാണ്. 50 കഴിഞ്ഞ് നമ്മള് ഇനിയിപ്പോ എന്തായാലും ഓടിയാലും പരിചയമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കുറച്ച് സമയം ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താണ്. ഈ ഒത്തുചേരല് ഓർക്കാൻ ഓർത്തിരിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒന്നായി മാറിയത്. ഇതിനു വേണ്ടി ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എനിക്ക് 6 കുട്ടികൾ. വലിയ മോള് MBS കോളേജ് പഠിക്കുന്നു. അതിന്റെ താഴെ കുട്ടി എറണാകുളം ജാമ്യയില് പ്ലസ് ടു പഠിക്കുന്നു. ബാക്കിയൊക്കെ രാജശ്രീ ടീച്ചറെ കഴിക്കാണ്. എന്താണെന്ന് അത് പറയാൻ കഴിയില്ല. ഒരുപാട് ആളെ എനിക്ക് പരിചയമുണ്ട് ഇവിടെ. പക്ഷെ ആരുമായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ നിൽക്കലാണ്. കാരണം പല കാരണങ്ങളുണ്ട്. കാരണം ടീച്ചർ മുന്നിൽ പണിയെടുക്കുമ്പോ ടീച്ചറായിട്ട് പരിചയം പുതുക്കിയാൽ അവിടെ ചെറിയ ബുദ്ധിമുട്ടില്ല. ടീച്ചർ എന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഞാൻ ടീച്ചർ ഒരു വ്യക്തിയുടെ അടുത്തിരുന്ന് പഠിച്ച ആളാകുമ്പോ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ടീച്ചറോട് പ്രയാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അകലം പഠിച്ച നമ്മുടെ ടീച്ചറൊക്കെ ഒരുപാട് കാലങ്ങളായി പരിചയമുണ്ട്. പക്ഷെ ആരോടും അടുത്ത് സ്നേഹം പുതുക്കാറില്ല. വീരാൻകുട്ടി രാജൻകുട്ടി സാറ് സാറെ ഞങ്ങൾ സാധാരണ വീട്ടുകാർ കാവൂർ പഞ്ചായത്തിന് കുറച്ചു കാലം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശീലിച്ചു പോയത്. അപ്പൊ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് തുടരണം. ഈ ബന്ധങ്ങൾ പിന്നെ വാട്സാപ്പ് ഉള്ളപ്പോൾ കാര്യം പറയാറുണ്ട്. ഇതിന് മാത്രം ഉപയോഗപ്പെടുത്തണമെന്നും എല്ലാം കൂടി അതിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തി.
അവിവാഹിതനാണ്. പുല്ലൂർ സ്കൂളിനടുത്ത് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടാണ് പഠിക്കുന്നത്. BA പഠിച്ചു. പിന്നെ ഹിന്ദിയുടെ ഭാഷാ പ്രകടനവും പാസ്സായി. ടൈപ്പ്റൈറ്റിംഗ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളമാണ് നല്ല ഡോമർ കഴിക്കുന്നതാണ്. ഇപ്പൊ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചാണ് പഠിക്കുന്നത്. മാതാപിതാക്കൾക്ക് മരിച്ചു. ഇന്നലെ കൊച്ചുണ്ടായിരുന്നു, ഇന്നലെ കുറച്ച് രാത്രി ഇങ്ങോട്ട് പോരെ മണി, ഇങ്ങോട്ട് പോരെ, മുന്നിട്ട് വരെ. ഇപ്പോൾ നാല് മക്കളുടെ കോഴി പഠിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും 40 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരുമിച്ച് കൊടുത്തു. പല ആളുകൾക്കും പക്ഷേ ആദ്യമായി ക്ലാസ്സിലായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടികളെ മറ്റേ മോശമുള്ള പഠനക്കുട്ടികളല്ല, മീഡിയം ആവറേജ് ലെവൽ കുട്ടികളെ പറയുക. എന്റെ പേര് അലിബാബു. 1983 SSLC ബാച്ചാണ്. അതിന് SSLC ബാച്ച് കഴിഞ്ഞ ശേഷം കോളേജിലാണ് പഠിച്ചത്. കഴിഞ്ഞ് ഡിഗ്രിയും അതുപോലെ തന്നെ PG കഴിഞ്ഞ് ബിഎഡൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം ഗവൺമെന്റ് സ്കൂളായിരുന്നു, മാനേജ്മെന്റ് സ്കൂളായിരുന്നു. ഒരു 10 വർഷം വർക്ക് ചെയ്തിരുന്നു. ശേഷം PSC കിട്ടി. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് നമ്മുടെ ഇടയ്ക്ക് ഭാഗത്തുള്ള മൂക്കാൻ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇരുമ്പുഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വന്നു. ഒരു 5 വർഷം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നു. 2005 ഇവിടെ വന്നത്. ഇപ്പോ 17 വർഷം കഴിഞ്ഞിവിടെ. നിങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കുട്ടികളും ഈ സമീപത്തുള്ള രക്ഷിതാക്കളോ എഴുതുന്ന ആളുകൾക്ക് തന്നെ അറിയാം. പക്ഷെ ഇവിടെ ദൂരങ്ങളിൽ സ്കൂളിൽ പറഞ്ഞേക്കാത്ത ആളുകൾക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നാരായണന്റെ 2-3 കുട്ടികൾ ഇവിടെ പഠിച്ചു വരുന്നതാണ്. നാരായണന്റെ വൈഫ് ഞാൻ യുവതി സ്കൂൾ വർക്ക് ചെയ്ത് പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഞാൻ കുട്ടികളോട് പറയും, എന്റെ അമ്മ എന്റെ സ്റ്റുഡന്റും എന്റെ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റുമാണ് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പല ആളുകളായിട്ടൊക്കെ പരിചയമായിട്ട് എന്താണ് വർഷങ്ങൾ കുറെ കഴിഞ്ഞു. 2024 ദൈവനിശ്ചയുണ്ടെങ്കിൽ റിട്ടയറാവും. എന്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. 4 പെൺകുട്ടികൾ, 3 ആൺകുട്ടികൾ. 4 പേരുടെയും കല്യാണം കഴിഞ്ഞു. വലിയ മോന് PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് MSc മൈക്രോബയോളജി കഴിഞ്ഞാണ്. ഒരു താഴെയുള്ളവര് പിന്നെ BSc കെമിസ്ട്രി BEd കഴിഞ്ഞു. 2 കുട്ടികള് മരുമക്കളൊക്കെ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറൊക്കെ ആയിട്ട് ദുബായിലാണ് 2 പേരുള്ളത്. ബാക്കി ചെറിയ മോളിപ്പോ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം മകളെയും അതുപോലെ നിങ്ങളുടെയൊക്കെ കുട്ടികളെയൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CPT ഒക്കെ വിളിക്കുമ്പോൾ പലരും വരുമ്പോൾ പലരെയൊക്കെ പരിചയപ്പെടാറുണ്ട്. എന്നാലും ഒക്കെ കല്യാണം കഴിച്ച് ദൂരങ്ങളിലേക്ക് പോയ പല ആളുകളാണ് പെൺകുട്ടികൾക്ക് അധികം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത്. എന്തായാലും വളരെ നല്ല ഒരു തുടക്കം തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സംഘാടകനായ ശശികുമാർ സാറ്, അതുപോലെ തന്നെ വീരാൻകുട്ടി, മനോജ്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതിലൊരാളുടെ പേരെടുത്ത് പറയുമ്പോൾ പലരും വിട്ടുപോകുന്ന ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അതിലെ മുഖ്യ സൂത്രധാരൻ സംഘാടകനായ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ അനിത, അജിത, അങ്ങനെ കുറെ ആളുകൾ കുറെ പേരുണ്ട്. ശോഭന, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ആരുടെ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. എല്ലാ ആളുകളും വളരെ നല്ല ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കൂടുതൽപ്പെട്ട പല ആളുകളും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താത്തവരും അതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവരും രോഗാവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ടായി അവർക്ക് വേണ്ട സഹായങ്ങളും
എന്താണോ ആവശ്യമായത്, പഠന വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രോഗാവസ്ഥയിലായിട്ട് കിടപ്പിലായ ആളുകൾക്കാണെങ്കിൽ അവരുടെ സഹായം, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ പലരെയും സഹായിക്കാൻ സാധിക്കും. അതിന്റെ തുടക്കമാകട്ടെ നമ്മുടെ ഈ സംഗമം, ഈ ചങ്ങാതിക്കൂട്ടം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. നന്ദി. കാവനൂരാണ് വീട്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇത് ഈ കൂടിച്ചേരൽ ഏറെക്കാലത്ത് ഒരു മോഹമായിരുന്നു, ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടണം എന്നുള്ളത്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പേ ഇതിന് ശ്രമിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 10A ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും കാണുന്നതുകൊണ്ട്, കുട്ടികൾ എന്ന് പറയാൻ പ്രായമായപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ കാണാം, എല്ലാവരും കാണും. മിക്ക ആൾക്കാരും 10A ക്ലാസ്സിലായതുകൊണ്ട് എനിക്ക് മഞ്ചേരിയൊന്നും പണി, അപ്പൊ എല്ലാവരും കാണും. ഒക്കെ 10A ക്ലാസ്സിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒക്കെ ഇടയൂര്, ചെങ്ങര, കാവനൂര്, ഇരുവേറ്റി ഭാഗത്തുള്ള കുട്ടികളാണ് അധികം. അപ്പൊ ഇരുവേറ്റിക്കാരും കാണും, ചെങ്ങരക്കാരും കാവനൂർക്കാരും കാരാവൂർക്കാരൊക്കെ കാണും. മഞ്ചേരി 12 വർഷം പണിയെടുത്തു. ഒരു 27 വർഷമായിട്ട് പരീക്കോട് സ്വർണ്ണപ്പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാഷുമാരെയും കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റും. റഹീമാഷ എപ്പോഴും കാണും, മരിച്ചുപോയ സലാമാഷ എപ്പോഴും കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മളെ CP സലാമാഷയൊക്കെ അത്രയും അടുപ്പാണ്. ഞങ്ങള് തുടക്കത്തിലൊക്കെ ഭയങ്കര ബഹുമാനമുള്ള അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, പിന്നെ അങ്ങനെ പോയി ഫ്രണ്ട്ഷിപ്പ് നിലയിലായി. മാഷൊക്കെ ഉണ്ട്, മാഷോടെ ഉണ്ട്. കാരണം മാഷ പാപ്പ, ഉമ്മ, മാഷ സിസ്റ്റേഴ്സ്, മാഷ അനിയന്മാര്, ഇവരൊക്കെ ആയിട്ട് എനിക്ക് അത്രയൊരു ബന്ധം, ഒരു വീട് എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു മാഷ വീട് എനിക്ക്. അതുകൊണ്ട് മാഷ് പിന്നെ സംഗതിയിൽ മാഷാണെങ്കിലും അത് മാനസികമായിട്ട് അങ്ങനെ അടുപ്പം വന്നു പോയി മാഷയ്ക്ക്. അങ്ങനെ എല്ലാം ആ മാഷന്മാരൊക്കെ കണ്ട് അത്രയും. റഹീമാഷ ഇപ്പോഴും ഞാൻ എപ്പോഴും കാണും. മാഷ് ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് പോയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കാണാറില്ല എന്നുള്ളൂ. പിന്നെ താമസമൊക്കെ ഒരു ഫാമിലിയൊക്കെ ടൗണിൽ നിന്ന് മാറി പൂവത്തിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആയതുകൊണ്ട് അവിടേക്കുള്ള ബന്ധങ്ങളും കുറഞ്ഞു. പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയട്ടെ, ഇങ്ങനെ കൂടണം. അത് ജയരാജ് സൂചിപ്പിച്ച മാതിരി പലരിടത്തുനിന്നും അത് സാധിക്കൂല, അതിന് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് വന്നിരുന്നത്. പിന്നൊന്ന് ശശിമാഷ കിട്ടാഞ്ഞതിന്റെ ഒരു ഭയങ്കര വിഷമം. ഞാന് ഈ സ്കൂളിൽ പോയതിന് ശേഷം ഇവിടെ ഒരു 10 വർഷത്തിലേറെ PTA മെമ്പറായി കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാഷ അഡ്രസ്സൊക്കെ കിട്ടാൻ പ്രദീപ് മാഷയെ കുറിച്ച് പറഞ്ഞു, അവരൊക്കെ ഇവിടെ അന്വേഷിച്ചു. നമ്പറും അഡ്രസ്സും ഒന്നും കിട്ടിയില്ല. പിന്നെ മാഷ നമ്പർ കിട്ടാൻ CP മാഷോട് ചോദിച്ചിട്ടുണ്ട്, റഹീം മാഷോട്, വേണു മാഷോട്, അങ്ങനെ എല്ലാ അധ്യാപകരോടും, സാരി മാഷോട്, ഇങ്ങനെ ചോദിച്ച് ഏതായാലും ആരും മാഷ കിട്ടിയില്ല. ഞാൻ പറയുമ്പോഴൊക്കെ കുട്ടികളോട് ചോദിക്കും, കുട്ടികളെ നമ്മളെ സഹപാഠികൾ ചോദിക്കും, മനോജ് ശശിമാഷ കിട്ടൂലെന്ന് ചോദിക്കും. അപ്പോൾ ശശിമാഷ് ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരു ആലോചിക്കാനും കഴിയില്ല. 10A ക്ലാസ്സുകാരെ സംബന്ധിച്ച് ശശിമാഷ് വെറൊരു അധ്യാപകനല്ല, ഒരു രക്ഷിതാവിനായിരുന്നു എന്ന് പറയാം. 8ാം ക്ലാസ്സിൽ ക്ലാസ് മാഷായി വന്നു. ഞങ്ങൾ 9ക്ക് പാസ്സായപ്പോൾ മാഷ് 9ക്ക് പാസ്സായി. 9ൽ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പിന്നെ ഞങ്ങളൊക്കെ 10ക്ക് ജയിച്ചപ്പോൾ 10ൽ മാഷും 10ക്ക് ജയിച്ചു. അങ്ങനെ 10ൽ ഞങ്ങളെ പൊന്നു മക്കളെ പോലെ ഞങ്ങളെ നോക്കി സഹകരിച്ചും വേണ്ട ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ SSLC പാസ്സായതിനെ ശശിമാഷ ക്ലാസ്സിലായതുകൊണ്ടാവും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും മാഷയെ കുറിച്ച് ഓർക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ ശശിമാഷ ആർക്കും മറക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അങ്ങനെയാണ് അനിത ഒരു അഡ്രസ്സ് തന്നിട്ട് ഞാൻ കത്തയക്കുന്നത്. ഞാൻ മാഷ് തിരൂര് വർക്ക് ചെയ്ത് പറഞ്ഞാൽ തിരൂര് സ്കൂളിൽ വരെ തിരൂരിലൊരു അധ്യാപകരെ ബന്ധപ്പെട്ട് അവിടെ സ്കൂളിൽ വരെ പറഞ്ഞിട്ട് മാഷ് അഡ്രസ്സ് കിട്ടിയില്ല. അങ്ങനെയാണ് അനിത ഒരു അഡ്രസ്സ് തരുന്നതും ഞാൻ എന്റെ നമ്പർ വെച്ചിട്ട് അതിൽ മാഷ് സൂചിപ്പിച്ച മാതിരി കത്തയക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഏതായാലും ഇതൊക്കെ ഇങ്ങനെ റെയിൽമ കയറി വന്നപ്പോഴേക്ക് കൊറോണയായി, അതവിടെ കിടന്നു. പിന്നെ ഒന്നും കൂടി വണ്ടി കയറി വന്നപ്പോഴേക്ക് ഞാനൊന്ന് സൈഡായി. ഏതായാലും ശശിയും ജയരാജും നീരാകുട്ടിയും ഒക്കെ അധ്വാനിച്ചിട്ട് അത് ഗംഭീരാക്കി ഇങ്ങനെ ഒരു കൂടിച്ചേരല് ഉണ്ടാക്കിയത് സത്യത്തിൽ ഓല പ്രയത്നം തന്നെയാണ്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഓരൊക്കെ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കയിലൊന്നും പിന്നെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും എന്റെ അടുത്തുണ്ട്. ഏതായാലും ദൈവാദിനം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. ഞാൻ ഇവിടെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 ആള് താങ്ങലായിരുന്നു. പിന്നെ ഏതായാലും ഈ നിലയിലൊക്കെ ആയി. ഇന്നും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെ എന്താ അത്രയും സന്തോഷം. ഇപ്പൊ നമ്മുടെ സൗകര്യം പറഞ്ഞിട്ട് നാളെ മരിച്ചാലും വേണ്ടിയില്ല എന്നുള്ള അത്രയും സന്തോഷങ്ങൾ എല്ലാവരും കൂടെ നേരിട്ട് കാണാൻ ശശിഭാഷയൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ കണ്ണൊക്കെ നിറഞ്ഞു പോയി.
എല്ലാവർക്കും ഒരിക്കലും ഇപ്പൊ നാട്ടിലുള്ള സുഹൃത്ത് സൂചിപ്പിച്ച മാതിരി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ. പിന്നെ അവരൊക്കെ സങ്കടത്തില് ഒക്കെ നമ്മൾ പങ്കുചേരുക. നമുക്ക് ഏതായാലും ഇപ്പോ നടന്നു പറഞ്ഞ പോലെ 55 വയസ്സ് ഒക്കെ പിന്നിട്ടോരാ നമുക്കൊക്കെ ഇത്ര കാലം കൂടി ഇല്ല ഉണ്ടാവുകയെന്നില്ല. അപ്പൊ നമ്മൾ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ അവരൊക്കെ കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ സഹായിക്കാനും കിട്ടുന്നതിനൊരു പങ്ക് നമ്മൾ അവർക്കൊക്കെ നീക്കി വെക്കാനും ശശി നാട്ടിലെ ആശ്രയിലൂടെ സൂചിപ്പിച്ച് ടൂറ് പോകണം എന്നുള്ളത് അതും ഒരു നല്ല കാര്യമാണ്. നമുക്കൊരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്യണം. പിന്നെ അടുത്ത വർഷം നമുക്ക് ഇങ്ങനെയൊന്നും പോരാ, നമുക്ക് നമ്മളെ ഇപ്പൊ ഭർത്താക്കന്മാര്, ഭാര്യമാര്, കുട്ടികൾ ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിലായാലും ശരി നമുക്ക് നല്ലൊരു ഗംഭീര പരിപാടി, ഒരു ഫാമിലി സംഗമം കൂടെ നടത്തണം. ഇങ്ങനെയൊക്കെ തുടർന്ന് നമ്മുടെ പ്രയത്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഈ കൂട്ടായ്മ ഒരിക്കലും വിടരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. എല്ലാവരും കണ്ടേല് ഒരുപാട് ഞാൻ പേരെടുത്തൊന്നും പറയില്ല, ഒരുപാട് മുഖങ്ങൾ. പിന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സരോജിനി അവിടെ ഇരിക്കുന്നുണ്ട്, ഒക്കെ പ്രയാസം, ഒരുപാട് സങ്കടത്തിൽ. ഇപ്പൊ കല്യാണിക്കുട്ടി ഇവരൊക്കെ അവസ്ഥ ഒരുപാട് സങ്കടത്തിൽ. ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്ന ആളായതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നതാണെന്ന് അവരൊക്കെ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കണല്ലോ എന്നുള്ള. അതേമാതിരി ദൂരത്തുനിന്ന് പ്രയാസപ്പെട്ട പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രയാസങ്ങളൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. അപ്പൊ അത്രയൊരു അവസ്ഥയിലും പോലെ വന്ന് അതേമാതിരി ഒരുപാട് ആൾക്കാർ വന്നതിന് വളരെ നമ്മൾ ഒരു ബന്ധം അങ്ങനെ വിച്ഛേദിച്ചു പോയി. ഇപ്പോ നമ്മളെല്ലാവരും ഒരു ബന്ധം മുന്നിട്ടുണ്ടായതാണ്. അപ്പൊ ഇത് ഇനി മുറിയാതെ നമ്മൾ സൂക്ഷിക്കുക. അതാണ് നമ്മൾ ഏറ്റവും വലിയ മുറിയാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞു എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദുഃഖത്താവുന്നത് ഒക്കെ ആവാം, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഗ്രൂപ്പിൽ കൊടുക്കുക. അപ്പൊ നമ്മളൊന്നും അറിയല്ലോ. എന്നാലും വേണ്ട എത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ നമ്മളിൽ ബന്ധപ്പെട്ടതല്ലെങ്കിൽ എത്രയോ ഗ്രൂപ്പുണ്ട്. ഓരോരുത്തരുടെ മൊബൈലിൽ 100-ൽ പരം ഗ്രൂപ്പുണ്ട്. അറിവ് ഇവിടെ വേണ്ട. അതുപോലെ തോന്നും വലിയ പ്രധാനപ്പെട്ടതാണ് അങ്ങനത്തെ വേണ്ട, നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ പറഞ്ഞ ദുഃഖപ്രദമായ സന്തോഷമായ നമ്മളോടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ആർക്കെങ്കിലും വളരെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയും. അത്ര നമ്മൾ പറയുന്നോളൂ കഴിഞ്ഞു വരും. അതുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ, എപ്പോഴും ഗ്രൂപ്പിൽ കൊടുക്കാനും ആളുകൾ സഹകരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനേക്കാളും 180 വീടുകളുടെ ഒരു സംഗമം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടും പിന്നെ സ്കൂള് തിരക്കായതുകൊണ്ടും ഒരുവിധം നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സംഘടിപ്പിച്ചു. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. നമുക്ക് ഗീതത്തിന്റെ ഒരു സന്ദേശം, അതിനുശേഷം ഒരു അടിപൊളി പാട്ട്, ഡാൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗീത രാജ്യത്തിലൊക്കെ നന്നായിട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു തിരുവാതിരയൊക്കെ ഒരു പ്ലാൻ ചെയ്തിരുന്നു രാജ്യത്തിന് അനുഗ്രഹമൊക്കെ. അപ്പോ അന്യക്കാരൊരു രാജ്യത്തേക്ക് കാര്യം അത് ആഗ്രഹമുണ്ട്. പക്ഷെ ശരീരം വിചാരിച്ച പോലെ അവർ മനസ്സിലെത്തുന്നതുകൊണ്ട് ശരീരം എത്തുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം കൊണ്ട് അതൊക്കെ ഒഴിവായിട്ടാണ്. ഇനി നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ സമേതം ഓഡിറ്റോറിയത്തില് നമുക്ക് നിറക്കാഴ്ചകളുമായി NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.